നമസ്കാരം. നാട്ടിലെ ഒരു മുഖ്യമന്ത്രി കസ്റ്റഡിയിൽ കിടന്ന് ഭരിക്കുന്നു. നാട്ടിലെ ഏറ്റവും വലിയ പ്രതിപക്ഷ പാർട്ടി കാശില്ലാതെ വെറും കൈയോടെ നിൽക്കുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ പ്രക്രിയ നടക്കുന്ന രാജ്യം എന്ന് പറയുന്ന നാട്ടിൽ നടക്കുന്നതാണ് ഇതൊക്കെ. ഇങ്ങനെയാണോ ഇന്ത്യയിൽ തെരഞ്ഞെടുപ്പ് നടക്കേണ്ടത്? കോൺഗ്രസ് മുക്തമാക്കും എന്ന് പറഞ്ഞ മോദി ഒടുവിൽ രാജ്യത്തെ പ്രതിപക്ഷ മുക്തമാക്കാനോ ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത്? ഈ വിഷയമാണ് എൻകൗണ്ടർ ചർച്ച ചെയ്യുന്നത്. പ്രതിപക്ഷത്തെ പൂട്ടിയോ? ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ കോൺഗ്രസിൽ നിന്ന് KP നൌഷാദ് അലി, BJP-യിൽ നിന്ന് PR ശിവശങ്കരൻ, ആം ആദ്മി പാർട്ടിയിൽ നിന്ന് രാധിക നായർ, രാഷ്ട്രീയ നിരീക്ഷകൻ NP ചെക്കുട്ടി എന്നിവർ എൻകൗണ്ടറിൽ തത്സമയം അതിഥികളായി പങ്കുചേരുന്നു. ആദ്യം ശ്രീ KP നൌഷാദ് അലി, ഈ ദിവസങ്ങളിലൊക്കെ കെജ്രിവാളിന്റെ ഈ ED അറസ്റ്റ്, കസ്റ്റഡി, ഇതൊക്കെയാണ് ചർച്ച ചെയ്യപ്പെട്ടത്. എങ്കിൽ ഇപ്പോൾ അതിന് അതിശക്തമായ രാഷ്ട്രീയ പ്രതിരോധം തീർക്കാൻ മുന്നിലേക്ക് ഇറങ്ങി വന്ന കോൺഗ്രസ് മറ്റൊരു തരത്തിൽ നിങ്ങളുടെ നിവൃത്തികേട് പൊതുസമക്ഷം അവതരിപ്പിക്കുകയാണ്. ഈ തെരഞ്ഞെടുപ്പിൽ നേതാക്കന്മാരെല്ലാം പുറത്തുണ്ട്, പക്ഷെ ജനങ്ങളെ എങ്ങനെയാണ് ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ അണിനിരത്തേണ്ടത് എന്നതിലടക്കമുള്ള സാമ്പത്തികമായ പ്രയാസങ്ങളാണ് നിങ്ങൾ ചൂണ്ടിക്കാട്ടുന്നത്. ഇത് നിങ്ങൾ നേരിടുന്ന ഒരു അടിയന്തര പ്രതിസന്ധിയാണോ? വേണു, ഇവിടെ ഇന്ത്യ മുന്നണിയിലെ ഏറ്റവും പ്രധാന കക്ഷി കോൺഗ്രസ് ആണ്. ആ കോൺഗ്രസിൻ്റെ അക്കൗണ്ടാണ് ഫ്രീസ് ചെയ്തിരിക്കുന്നത്. 11ഓളം അക്കൗണ്ടുകൾ, കനറ ബാങ്ക്, PNB, SBI, അതുപോലെ ബാങ്ക് ഓഫ് ബറോഡ, ഈ 4 ബാങ്കുകളിലെ 11 അക്കൗണ്ടുകൾ വിവിധ ബ്രാഞ്ചുകളിലായിട്ടുള്ളത് ഫ്രീസ് ചെയ്തിരിക്കുന്നു. പോരാത്തതിന് 2017-18 കാലത്ത് റിട്ടേൺ ഫയൽ ചെയ്തതിൽ താമസമുണ്ടായി എന്ന് പറഞ്ഞ് 115 കോടി മരവിപ്പിച്ച് അത് ഈടാക്കാനുള്ള തീരുമാനമെടുത്തിരിക്കുന്നു. അതിൻ്റെയൊക്കെ പുറമെ ഏറ്റവും വിചിത്രമായ മറ്റൊന്ന്, 92-93 സീതാറാം കേസരി ട്രഷററായിരുന്ന കാലത്ത് ഒരു സബ്മിഷനിൽ ചില അപാകങ്ങളുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നോട്ടീസ് വന്നിരിക്കുകയാണ്. അതിൻ്റെ പീനൽ ചാർജും പിഴയും അതിൻ്റെ കൂട്ടുപലിശയൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ ഏത് തുകയിൽ അത് എത്തിച്ചെന്ന് നിൽക്കുമെന്നുള്ളത് നമുക്ക് പറയാൻ പോലും പറ്റില്ല. അപ്പോൾ ഇത്തരത്തിലാണ് ഒന്നാമത്തെ കക്ഷിയായ കോൺഗ്രസിനെ ഇവർ നേരിടുന്നത്. രണ്ടാമത്തെ ഒരു കക്ഷി എന്ന് പറയാൻ വേണമെങ്കിൽ 2 സംസ്ഥാനങ്ങളിൽ ഭരണമുള്ള ആം ആദ്മി പാർട്ടി. ആ പാർട്ടി 2021 നവംബറിൽ ഇംപ്ലിമെൻ്റ് ചെയ്ത് 2022 ജൂലൈയിൽ പിൻവലിച്ച ഒരു മദ്യനയം, അതിൻ്റെ പേരിൽ ആ പാർട്ടിയുടെ സത്യേന്ദ്ര ജെയിൻ എന്ന മുൻ മന്ത്രി, അല്ലെങ്കിൽ പിന്നെ അരവിന്ദ് കെജ്രിവാളിൻ്റെ ക്യാബിനറ്റിലെ അംഗം ജയിലിൽ കിടക്കാൻ തുടങ്ങിയിട്ട് 2 കൊല്ലമായി. മനീഷ് സിസോദിയെ ജയിലിൽ കിടക്കാൻ തുടങ്ങിയിട്ട് 1 കൊല്ലവും 3 മാസവുമായി. അതുപോലെ തന്നെ സഞ്ജയ് സിംഗ് ജയിലിൽ കിടക്കാൻ തുടങ്ങിയിട്ട് 6 മാസത്തിലധികമായി. ഇതൊക്കെ PMLA ആക്ടിലെ സെക്ഷൻ 45 എന്ന കരി നിയമം ഉപയോഗിച്ചുകൊണ്ടാണ് അനന്തമായ കാലം മുതിർന്ന നേതാക്കളെ എന്ന് ബെയിൽ കിട്ടുമെന്നറിയാതെ ജയിലിൽ തള്ളുന്നത്. ശരിയാണ്. അങ്ങ് ചൂണ്ടിക്കാട്ടിയ വസ്തുതകൾ, അതിന്റെ കാലക്രമമൊക്കെ ശരിയാണ്. പക്ഷെ രാഷ്ട്രീയ ചോദ്യം ഇതൊന്നുമല്ല. ശ്രീ നൌഷാദ് അലി, ഇപ്പോ സാമ്പത്തികമായ പരാധീനത ഉണ്ടാകുന്നു എന്ന് പറയുമ്പോൾ നേതാക്കന്മാരെ ഒന്നടങ്കം ഇറങ്ങി വന്നതെന്ന് പറയുകയാണ്, ഞങ്ങൾക്ക് നിവൃത്തിയില്ല, ഞങ്ങളുടെ നേതാക്കന്മാർക്ക് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് സംസ്ഥാനങ്ങളിൽ പോകാൻ വയ്യ, പറക്കാനല്ല തീവണ്ടിയിൽ കയറാനുള്ള ടിക്കറ്റിന് പോലും കയ്യിൽ പൈസയില്ല. ഇങ്ങനെ നിവൃത്തികേട് പറയേണ്ടവരാണോ നിങ്ങൾ? ഈ കേന്ദ്ര ഏജൻസികളെയൊക്കെ ദുരുപയോഗം ചെയ്യും മോദി. അതിൽ ഇങ്ങനെയൊക്കെ ഞങ്ങളെ പൂട്ടിയിരിക്കുന്നു, ഞങ്ങൾ ഇനി എന്തു ചെയ്യും എന്ന് ജനങ്ങളോട് ചോദിക്കുന്നത് നിസ്സഹായതയുടെ ഭാഷയിലാകുന്നത് ശരിയാണോ? ശരിയായ രാഷ്ട്രീയ നിലപാടാണോ? ഇത് തന്നെയാണ് ED-യുമായി ബന്ധപ്പെട്ട് ഉയരുന്നത്. കെജ്രിവാൾ 9 സമൻസിനെ പുല്ലുപോലെ അവഗണിച്ചു. നിങ്ങൾ അങ്ങനെയല്ല. നിങ്ങളുടെ 2 പ്രധാനപ്പെട്ട നേതാക്കന്മാർ, സോണിയാഗാന്ധി ആയാലും രാഹുൽ ഗാന്ധി ആയാലും, അവരുടെ സമക്ഷം പോയി നിന്നു, അവരുടെ ചോദ്യം ചെയ്യലിന് വിധേയമായി. എന്ന് പറയുമ്പോൾ മോദിയുടെ ഏജൻസി എന്താണോ ആഗ്രഹിച്ചത് അതിന് വിധേയപ്പെട്ടു. മോദിയുടെ IT എന്താണോ നിങ്ങളെ കുടുക്കിയത് അതിൽ നിങ്ങൾ നിസ്സഹായത പറയുന്നു. അപ്പോൾ വിധേയപ്പെടലും നിസ്സഹായത പ്രകടിപ്പിക്കലുമാണോ കോൺഗ്രസ് ചെയ്യേണ്ടത്? അവിടെ നിങ്ങളും കെജ്രിവാളും രണ്ടാകുന്നു. കെജ്രിവാൾ ഒരു പ്രതിരോധമാണ്. ജയിലിനകത്ത് കിടന്നാൽ ഭരണസ്തംഭനമല്ല, ജയിലിനകത്ത് കിടന്നും ഭരിക്കാൻ കഴിയും എന്ന പുതിയ സന്ദേശം കെജ്രിവാൾ നൽകുന്നു. നിങ്ങളെല്ലാവരും പുറത്താണ്, പക്ഷെ നിങ്ങൾക്കൊരു ഇഞ്ച് മുന്നോട്ട് പോകണമെങ്കിൽ മോദിയുടെ കാരുണ്യം വേണമെന്ന വിലാപം ശരിയോ? ഇവിടെ വേണു, ഈ സാധാരണഗതിയിൽ ഇപ്പോൾ ഒരു പൂച്ച എലിയെ പിടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ എലിയുടെ ദുരിതാവസ്ഥയെക്കുറിച്ച് ചില ആളുകൾ പരിതപിക്കും, വേറെ ചില ആളുകൾ പൂച്ചയുടെ വിശപ്പ് മാറിയല്ലോ എന്ന് ആശ്വസിക്കും. ഇങ്ങനെ വ്യത്യസ്ത രീതിയിലൊക്കെ നിങ്ങൾക്കൊരു വിഷയത്തെ നിരീക്ഷിക്കാം, സമീപിക്കാം. വേണു ഈ പറഞ്ഞത് എനിക്ക് വളരെ രസകരമായിട്ട് തോന്നി. കോൺഗ്രസ് പാർട്ടിയുടെ ഏറ്റവും മുതിർന്ന നേതാവായ P. ചിദംബരം തൊട്ട് DK ശിവകുമാർ വരെയുള്ളവർ ഈ ജയിലിൽ വർഷങ്ങൾക്ക് മുമ്പ്, അതല്ലെങ്കിൽ 2-3 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഒരുപാട് ദിവസം കിടന്ന് പാടുപെട്ട് ബെയിൽ
ബെയിൽ കിട്ടി പുറത്തിറങ്ങിയ ആളുകളാണ്. ഞങ്ങളുടെ നേതാക്കളെ ഈ രാജ്യത്തുടനീളം അവരിത്തരത്തിൽ ഏജൻസികളെ കാണിച്ച് ഭീഷണിപ്പെടുത്തിയും വരുതിക്ക് നിർത്തിയും കൂറുമാറ്റിയും ഒക്കെ അവർ മുന്നോട്ട് പോവുകയാണ്. അശോക് ചവാനെ പോലെയുള്ളവർ ഈ 10-70 വയസ്സിലിന് ജയിലിൽ കിടക്കാൻ വയ്യ എന്ന് സോണിയാഗാന്ധിയെ വിളിച്ച് കരഞ്ഞു പറഞ്ഞുകൊണ്ട് ഈ BJP എന്ന വാഷിംഗ് മെഷീനിലേക്ക് കയറാൻ തീരുമാനിക്കുകയാണ്. അപ്പോൾ ഇത്തരത്തിലൊക്കെ ഈ രാജ്യത്ത് നടക്കുന്നുണ്ട്. അതിനെ ഇങ്ങനെ ഒരു ലഘുവായ രീതിയിൽ നിങ്ങൾ വിലയിരുത്തി കാണേണ്ടതില്ല. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് നേരിട്ട ദുരനുഭവം ഞങ്ങൾ ജനങ്ങളോടല്ലാതെ പിന്നെ ആരോടാ പറയുക? സ്വാഭാവികമായിട്ടും അങ്ങനെ പറഞ്ഞിട്ട് ഞങ്ങൾ പിൻവാങ്ങുന്ന പ്രശ്നമില്ലല്ലോ. ഞങ്ങൾ വർദ്ധിത വീര്യത്തോടുകൂടി ഞങ്ങൾ BJPക്കെതിരായ, നരേന്ദ്രമോദിക്കെതിരായ, കേന്ദ്രഭരണത്തിനെതിരായ നീക്കങ്ങളിൽ സജീവമാവുകയാണ്. ഞങ്ങൾ ജനങ്ങളെ ഇക്കാര്യം ബോധിപ്പിച്ചുകൊണ്ട് പലയിടങ്ങളിലും ഒരു ക്രൗഡ് ഫണ്ടിങ്ങിന്റെ സാധ്യതകൾ ഉൾപ്പെടെ കോൺഗ്രസ് പാർട്ടി ആലോചിക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ട് നടത്തുന്ന അങ്ങനെ തന്നെയാണ് വേണ്ടത്. ജനങ്ങൾ ഒപ്പം നിൽക്കുകയും ചെയ്യുമല്ലോ. അതിന്റെ ഏറ്റവും വലിയ തെളിവാണല്ലോ ഈ ആം ആദ്മി പാർട്ടി എന്ന് പറയുന്നത്. ആം ആദ്മി പാർട്ടിയുടെ വരവ് എങ്ങനെയായിരുന്നു, ജനങ്ങൾ അതിനെ എങ്ങനെ ഏറ്റെടുത്തു എന്നതൊക്കെ നമ്മുടെ മുന്നിലുള്ള സാക്ഷ്യം തന്നെയാണ്. അപ്പോൾ ആ ജനങ്ങളെ വിശ്വസിക്കൂ. ഞാൻ അങ്ങയിലേക്ക് വരാം. രാധിക നായർ. ശരി നൗഷാദിലെ, അങ്ങയിലേക്ക് വരാം. രാധിക നായർ, ഇപ്പോ ഈ കേജ്രിവാള് എവിടെ ഇരുന്ന് എഴുതി, കേജ്രിവാള് കമ്പ്യൂട്ടർ ഇല്ല, ടൈപ്പ് റൈറ്റർ ഇല്ല, പിന്നെ ഇതെങ്ങനെ രചിച്ചു, അതിലെങ്ങനെ സീല് കുത്തി, ഇതെങ്ങനെ പുറത്തു വന്നു, ഈ കാര്യങ്ങളൊക്കെ ഗവേഷണം ചെയ്യാണ് PR ശിവശങ്കരൻ്റെ പാർട്ടി. എന്ന് മാത്രമല്ല അതിഷിക്ക് ഇതെങ്ങനെ കിട്ടി എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഇനി അതിഷിയും ചോദ്യം ചെയ്യലിന് വിധേയമാകാൻ പോകും എന്ന സൂചനകളും വരികയാണ്. അപ്പോൾ നിങ്ങളിൽ ഈ കേജ്രിവാൾ, നിങ്ങളിപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിങ്ങളുടെ പ്രചാരണം തുടങ്ങിയല്ലോ, കേജ്രിവാളിനെയാണ് മോദി ഏറ്റവും ഭയക്കുന്നതെന്ന്. അതിഷിയെയും ഭയം, എല്ലാവരെയും ഭയം, ഏത് നീക്കത്തെയും ഭയം എന്ന അവസ്ഥയാണോ മോദിക്കും ഈ കേന്ദ്ര സർക്കാരിനും ഉള്ളത്? രാധിക. യെസ് വേണു, പേടിയില്ലായിരുന്നെങ്കിൽ ഈ വക ഡ്രാമ രചിക്കേണ്ട ആവശ്യമില്ലായിരുന്നു BJPക്ക്. ഇസ് ബാർ 400 പാർ, 400-നപ്പുറം ഞങ്ങളുടെ സീറ്റുകൾ കടക്കും എന്ന് പ്രഖ്യാപിച്ചിരുന്ന BJP 2 മാസങ്ങൾക്ക് മുമ്പ് എന്തുകൊണ്ടാണ് ഈ ഇലക്ഷൻ പ്രഖ്യാപിച്ച് കഴിഞ്ഞ് ഇത്രയും ഏറെ വേറെ പാർട്ടികളെ അടച്ചുപൂട്ടിയിടാൻ ശ്രമിക്കുന്നത്? പ്രത്യേകിച്ച് അരവിന്ദ് കെജ്രിവാളിനെ. വേണു ഒരു വാചകം പറയുണ്ടായി, അത് അറിയാതെ പറഞ്ഞു പോയതാണോ അതോ അറിഞ്ഞുകൊണ്ട് പറഞ്ഞതാണോ എനിക്ക് അറിഞ്ഞൂടാ. മോദിയുടെ ED, മോദിയുടെ IT എന്ന് പറഞ്ഞു. അങ്ങനെ തന്നെ ആയിരിക്കുകയാണ്. നമ്മുടെ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസീസ് ഇന്ന് സർക്കാരിൻ്റെ ഇരകളായി മാറുകയാണ്. സർക്കാർ പറയുന്നിടത്താണ് അവർ റെയ്ഡ് നടത്തുന്നത്. സർക്കാർ പറയുമ്പോൾ സർക്കാരിൻ്റെ ഖജനാവിൽ അല്ലെ BJPയുടെ ഖജനാവിൽ ഇലക്ടോറൽ ബോണ്ട് എത്തിക്കഴിയുമ്പം ED എടുത്ത നടപടി അല്ലെങ്കിൽ രജിസ്റ്റർ ചെയ്ത കേസുകൾ എല്ലാം തന്നെ പിൻവലിക്കുന്നു. ഇതാണ് ഈ രാജ്യത്തിൻ്റെ ഇന്നത്തെ സത്യാവസ്ഥ. 335 കേസുകൾ ഉണ്ട്. അതിൻ്റെ പ്രൂഫ് ആൻഡ് റെക്കോർഡ്സ് അന്ന് രാത്രിയിൽ SBI അവരുടെ വെബ്സൈറ്റിൽ ഈ ഡേറ്റ എല്ലാം അപ്ലോഡ് ചെയ്യുകയായിരുന്നു. അതുകൊണ്ടാണ് അതിൽ നിന്ന് ജനങ്ങളുടെ ശ്രദ്ധ മാറ്റാൻ വേണ്ടിയാണ് ഈ അറസ്റ്റ് നടത്തിയതെന്നുള്ളത് ഇന്ന് ഇന്ത്യയിലെ എല്ലാ പൗരന്മാർക്കും മനസ്സിലാകുകയാണ്. സോ ദിസ് ഈസ് എ ഡ്രാമ, ദിസ് ഈസ് എൻ ഓർക്കസ്ട്രേറ്റഡ് ഡ്രാമ. ഒരു ഫുൾ ഫ്ലെഡ്ജഡ് ഡ്രാമ കമ്പനിയാണ് നമ്മളുടെ സർക്കാർ എന്ന് പറയുന്ന ഒരു സംരംഭം. അത് എന്തുകൊണ്ടാണ് അവർക്ക് ഈ സ്ക്രിപ്റ്റ് രചിക്കേണ്ടി വരുന്നത്? ബിക്കോസ് ഓഫ് ഫിയർ. ബിക്കോസ് അവരുടെ മേൽ ഉന്നയിക്കുന്ന ആരോപണങ്ങൾക്ക് അവർക്ക് മറുപടി ഇല്ല. ബിക്കോസ് എക്സ്റ്റോർഷൻ്റെ ഒരു റാക്കറ്റായിട്ട് തന്നെ മാറിയിരിക്കുകയാണ്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആണോ എക്സ്റ്റോർഷൻ ഡയറക്ടറേറ്റ് ആണോ ഇത്? രജിസ്റ്റർ ചെയ്ത കേസുകൾ, ഗുരുതരമായ ആരോപണങ്ങൾ, സോളിഡ് എവിഡൻസ് ആൻഡ് പ്രൂഫ് ഓൺ പേപ്പർ, അതുണ്ടായിട്ടാണ് ഈ 335 കമ്പനീസിനെതിരെ അവർ കേസുകൾ ഫയൽ ചെയ്തത്. ഇപ്പം അത് പ്രൂഫ് ഉണ്ട്. ഇപ്പോൾ നമ്മളുടെ കയ്യിൽ പ്രൂഫ് ഉണ്ട്. ആ കേസുകൾ ചെയ്ത് അവരെ റെയ്ഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ, നടപടിയെടുത്ത് കഴിഞ്ഞപ്പോൾ BJPക്ക് ഇലക്ടോറൽ ബോണ്ട് ലഭിച്ചതോടെ ആ ഫയലുകളും കേസുകളും അടച്ചു മാറ്റി. ഇതാണ് നമ്മളുടെ ഇന്നത്തെ ഇന്ത്യയുടെ സത്യാവസ്ഥ. സോ മോദിയുടെ ED, മോദിയുടെ IT ആയിട്ട് തന്നെ മാറിയിരിക്കുകയാണ്. കോൺഗ്രസിനെതിരെ 30 കൊല്ലം മുമ്പ് ഉണ്ടായ ഒരു IT ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അനോമലിയാണ് ഇന്നിപ്പോൾ അവർ ചർച്ചാ വിഷയമാക്കിയിരിക്കുന്നത്. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം, എതിരാളികളെ അടച്ചുപൂട്ടിയിടാൻ അല്ലെങ്കിൽ അവരെ കൊണ്ട്
ക്യാമ്പയിൻ ചെയ്യിപ്പിക്കാതിരിക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ്. പോളിറ്റിക്സിനൊരു ഭദ്രത ഉണ്ടായിരുന്നു, ഒരു ഭദ്രത വേണം. ആ ഭദ്രതയാണ് BJP ഇല്ലാതാക്കുന്നത്. ഇൻഡിപെൻഡൻസ് കഴിഞ്ഞ പിന്നെ നമ്മൾ ഇതുമാതിരിയുള്ള ഒരു വയലൻസ് കണ്ടിട്ടില്ല. ദിസ് ഇസ് വയലൻസ് അഗൈൻസ്റ്റ് ഡെമോക്രസി. ഇതൊരു സ്ക്രിപ്റ്റഡ് ഡ്രാമയാണ്, പ്ലോട്ടിംഗ് ആൻഡ് മെക്കിനേഷൻസ്. ഈ വക ഷഡയന്ത്രങ്ങൾ രചിക്കുകയാണ് അവര്. ബിക്കോസ് അവരുടെ കയ്യിൽ മോദിജി ചെയ്തിട്ടുള്ള പണികൾ മതിയെങ്കിൽ, അദ്ദേഹത്തിന്റെ ബോഡി ഓഫ് വർക്ക് മതിയെങ്കിൽ, എന്തുകൊണ്ടാണ് അവർക്ക് ഈ വക കാര്യങ്ങൾ ചെയ്യേണ്ട ആവശ്യം? ശരി രാധിക, ഞാൻ അങ്ങനെയൊക്കെ വരാം. PR ശിവശങ്കരൻ, ഇതാണ് ഉന്നയിക്കപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. 370, 400 BJPക്കും NDAക്കും ഇത്രയും വലിയ തുടർവിജയം ഉറപ്പാണ് എന്ന ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്ന മോദിക്ക് എന്തിനിങ്ങനെ കേജ്രിവാളിനെ പേടി? ആകെ 2 സംസ്ഥാനങ്ങൾ ഭരിക്കുന്ന ഒരു പാർട്ടിയെ പേടി. എന്തിനാണ് ഈ കോൺഗ്രസിന്റെ പണം മുഴുവൻ ഇങ്ങനെ മരവിപ്പിച്ച് നിർത്തുന്നത്? അപ്പോൾ നിങ്ങൾ ഈ പ്രകടിപ്പിക്കുന്ന ആത്മവിശ്വാസം എന്ന് പറയുന്നത് ഉള്ളിലുള്ള നിങ്ങളെ സംബന്ധിച്ച് യഥാർത്ഥത്തിൽ നിങ്ങൾ നേരിടുന്ന വെല്ലുവിളികളുടെ ഒരു മറ മാത്രമാണോ? PR ശിവശങ്കർ. വേണു, പൊതുവെ ഇപ്പോൾ ആരോപിക്കുന്നത് പോലെ ഭദ്രതയും ഭയവും ആണ് 2 വാക്കുകൾ പ്രതിപക്ഷ കക്ഷികൾ നിരന്തരം ഉപയോഗിച്ചത്. BJPക്ക് ഭയമാണ്, ഇപ്പോൾ മറ്റുള്ളവരുടെ ഭദ്രത തകർക്കുന്നു എന്നൊക്കെയാണ് ആരോപണം ഉന്നയിച്ചത്. എനിക്ക് ഇതിനുള്ള ഉത്തരം പണ്ട് നാടോടിക്കാറ്റിൽ മഹാനായ നടൻ തിലകൻ പറഞ്ഞൊരു കഥാപാത്രമുണ്ട്. കൊള്ളക്കാർക്കും കള്ളപ്പണക്കാർക്കും മനസമാധാനത്തോടെ ജീവിക്കാൻ പറ്റാണ്ടായോ ഈ CID യെക്കുറിച്ച് എന്ന് അദ്ദേഹം ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. ഇവിടെ ഭദ്രതയെക്കുറിച്ച് പറയുമ്പോൾ എന്താണ് ഇവരുടെ ഭദ്രത തകരാൻ കാരണം എന്ന് ഇവർ ആലോചിക്കുന്നില്ല. ഇവർക്കെല്ലാം ഇത്ര EDയും അതുപോലെ തന്നെ IT ഡിപ്പാർട്ട്മെൻറ്റും CBIയും ഇവർ പറയാത്ത കുറേ ഓർഗനൈസേഷൻസ് ഉണ്ടല്ലോ, അവരെല്ലാം കേസെടുത്തുന്നുവെങ്കിൽ ഇവർ തന്നെ വിശ്വസിക്കുന്ന കോടതി എന്തുകൊണ്ടാണ് പല നേതാക്കൾക്കും 2 വർഷമായി, ഇവർ തന്നെ പറയുന്നുണ്ടല്ലോ, വിജയൻ നായർ അടക്കമുള്ള പല ആളുകളും 2 വർഷമായിട്ട് കോടതിയിൽ പല ജാമ്യാപേക്ഷ പല രീതിയിലും സുപ്രീം കോടതിയിൽ പോയിട്ടും എന്തുകൊണ്ടാണ് അവർക്ക് നീതി ലഭിക്കാത്തത്? അപ്പോൾ സുപ്രീം കോടതിയും നരേന്ദ്രമോദിക്ക് അനുകൂലമായ അവരുടെ ഒരു ഡിപ്പാർട്ട്മെൻറ്റായി മാറിയോ? അങ്ങനെയാണോ ഇവർ വിശ്വസിക്കുന്നത്? അപ്പോൾ സിസോദിയയ്ക്കും അതുപോലെ തന്നെ ആളുകൾക്കും ജാമ്യം കിട്ടുന്നില്ല. വിജയ് നായർക്ക് ഇപ്പോൾ എനിക്ക് തോന്നുന്നു February ജാമ്യം കിട്ടി 2022, 2 വർഷം മുമ്പ് അറസ്റ്റ് ചെയ്തിട്ട്. അപ്പോൾ ഈ മദ്യനയം എന്നുള്ളത് മാത്രം എടുത്തു കഴിഞ്ഞാൽ അത് കൃത്യമായി വലിയ രീതിയിലുള്ള അഴിമതി നടന്നിട്ടുണ്ട് എന്ന് രാഷ്ട്രീയ പാർട്ടികളെല്ലാം, കോൺഗ്രസ് അടക്കമുള്ള ആളുകൾ നിരന്തരം ആലോചിച്ചതാണ്. അവർക്ക് അറിയുന്നതുപോലെ ഇപ്പോൾ ഈ ആപ്പുമായി ബന്ധപ്പെട്ട മാത്രം കാര്യം എടുക്കുകയും ഈ മദ്യനയ കേസുമായി മാത്രം, ഞാൻ വരാം രാധിക, മാത്രവുമായി ബന്ധപ്പെട്ട കാര്യം എടുക്കുകയും ചെയ്താൽ ഈ PMLA ആക്ട് എന്ന് പറയുന്നത് എത്രമാത്രം കിരാതമായ ഒരു നിയമമാണ് എന്നൊക്കെ സുപ്രീം കോടതി തന്നെ പരിശോധിക്കേണ്ടതായിട്ടുള്ള നിയമസന്ദർഭമുള്ളൊരു സ്ഥലവുമാണ്. ശരിയാണ്, ഖാൻവിൽക്കറിൻ്റെ ബെഞ്ചൊക്കെ ആ കാര്യത്തിൽ EDക്ക് അനുകൂലമായി അല്ലെങ്കിൽ ആ നിയമത്തിന് അനുകൂലമായി തന്നെയാണ് വിധി പ്രഖ്യാപിച്ചിരിക്കുന്നത്. എങ്കിലും അതുമായി ബന്ധപ്പെട്ട് ഇതൊരു ധനബില്ലൊക്കെ ആയിട്ടാണോ വരേണ്ടത് തുടങ്ങിയിട്ടുള്ള ഒട്ടനവധി വിഷയങ്ങൾ സുപ്രീം കോടതിയുടെ പരിഗണനയിൽ ഇപ്പോഴുമുണ്ട്. അതൊക്കെ EDയുമായി ബന്ധപ്പെട്ടും നിയമത്തിൽ ചർച്ച ചെയ്യപ്പെടേണ്ട കാര്യമാണ്. അതല്ല പ്രധാനം. അതിൽ ഈ 2 ഉപാധിയുണ്ടല്ലോ ജാമ്യം കിട്ടുന്നതിൽ. ഒന്ന് എന്ന് പറയുന്നത് എന്താണ്? PMLAയുടെ അഭിഭാഷകൻ അതിനെ എതിർക്കാതിരിക്കുക, അല്ലെങ്കിൽ അതിന്റെ ആ ഭാഗം കൃത്യമായി കേൾക്കുക, എതിർ പറയിക്കാനുള്ള ഉപാധി ഉറപ്പുവരുത്തുക. ഒരു സെക്കൻഡ്, അതെ, ജാമ്യം കിട്ടാതിരിക്കാൻ. രണ്ടാമത്തേതെന്ന് പറയുന്നത് നിയമ സംവിധാനത്തിന് ബോധ്യപ്പെടണം 2 കാര്യങ്ങൾ. ഇദ്ദേഹത്തിന് ഇപ്പോൾ ഇതിൽ പങ്കില്ല, പുറത്തിറങ്ങിയാലും ഇത്തരം കാര്യങ്ങളിൽ പങ്കാളിയാകില്ല. ഈ 2 മുന്നുപാധികളുണ്ട്. ഇതിൽ ശരത്ചന്ദ്ര റെഡ്ഡിക്ക് കിട്ടിയ ആനുകൂല്യം സിസോദിക്ക് കിട്ടിയിട്ടില്ല. ഇതാണ് പ്രശ്നം. ശരത്ചന്ദ്ര റെഡ്ഡിയുടെ ജാമ്യാപേക്ഷയിൽ ഈ പറയുന്ന PMLAയുടെ അഭിഭാഷകൻ എതിർത്തിട്ടില്ല, സിസോദിയുടെ കാര്യത്തിൽ എതിർക്കുന്നു. അപ്പോൾ ശരത്ചന്ദ്ര റെഡ്ഡി നിങ്ങൾക്ക് സ്വീകാര്യമാകുന്നു, മാപ്പുസാക്ഷിയാകുന്നു. എന്തിന്? കേജ്രിവാളിനെ പിടിച്ചകത്തിടാൻ. അപ്പോൾ ഇതാണ് വെളിയിൽ വരുന്നത്. ഇതാണ് ഈ നിയമത്തിന്റെ ഏകപക്ഷീയത. ശിവശങ്കരൻ തുടരാം. വേണു, ഒരു കേസ് എടുക്കുമ്പോൾ ആരാണ് മാപ്പുസാക്ഷിയാകേണ്ടത്? അതല്ലെങ്കിൽ അദ്ദേഹത്തിന് ഈ കേസിൽ എത്രത്തോളം മാപ്പുസാക്ഷിയുടെ കഥ ഓഗസ്റ്റിലല്ലേ? മാപ്പുസാക്ഷിയുടെ കഥ ഓഗസ്റ്റിൽ നടക്കുന്നതല്ലേ? അതിന് മുൻപ് ജാമ്യം കിട്ടിയ ഘട്ടത്തിൽ എതിർക്കാതിരുന്നത് എന്തുകൊണ്ട്? ഞാൻ പറഞ്ഞോട്ടെ, പറഞ്ഞോളൂ സാർ. ഒരു അന്വേഷണം നടക്കുമ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥന്റെ ഡൊമൈനിലുള്ള കാര്യമാണ് ഇതെല്ലാം.
ഇതെല്ലാം ഈ കേസ് തെളിയിക്കുവാൻ എന്തെല്ലാമാണ് ആവശ്യമുള്ളത്, അല്ലെങ്കിൽ ആരെയാണ് കൂടുതൽ ചോദ്യം ചെയ്യേണ്ടത്, എന്ന് അറസ്റ്റ് ചെയ്യണം. ഇത്തരം കാര്യങ്ങൾ ദയവായി അന്വേഷണ ഉദ്യോഗസ്ഥന് വിടുക. അതിൽ കോടതി പോലും ഇടപെടാറില്ല, നമ്മളും ഇടപെടാതിരിക്കുകയാണ് നല്ലത്. അത്തരത്തിലുള്ള അന്വേഷണ ഉദ്യോഗസ്ഥരെ ഓരോ ഇത്രയും നിഷ്കളങ്കമായി ഒരു വശത്തെ കാര്യങ്ങൾ മാത്രം നമുക്ക് വിലയിരുത്താൻ കഴിയില്ലല്ലോ. അങ്ങയിലേക്ക് വരാം. രാധികയ്ക്ക് ശ്രീ ശിവശങ്കറോടാണ് ചോദ്യം എന്നാണ് മനസ്സിലാക്കുന്നത്. രാധിക. ശിവശങ്കർ സർ, ഇത്രയും നിഷ്കളങ്കമായി ഇടപെടുന്ന ഒരു അവതാരകനെ ആം ആദ്മി പാർട്ടിയുടെ അരവിന്ദ് കെജ്രിവാൾ ഇലക്ടോറൽ ബോണ്ട് മേടിച്ച് BJPക്ക് നൽകിയില്ല. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും അദ്ദേഹത്തിന് ബെയിൽ കിട്ടാതെ വരുന്നത്. പിന്നെ രണ്ടാമത്തെ കാര്യം, ഈ സത്യേന്ദ്ര ജെയിനും മനീഷ് സിസോദിയയും സഞ്ജയ് സിംഗും അരവിന്ദ് കെജ്രിവാളും BJPയുടെ മെമ്പേഴ്സ് ആയിരുന്നെങ്കിൽ ഈ കേസുകളെല്ലാം തന്നെ അവർ അടച്ചേനും, ഫയൽ ക്ലോസ് ചെയ്തേനും. BJPയുടെ ഒരു വാഷിംഗ് മെഷീൻ ഉണ്ടല്ലോ, അജിത് പവാറിനെതിരെ 70,000 കോടിയുടെ ഇറിഗേഷൻ സ്കാം ഉണ്ടെന്ന് പ്രഖ്യാപിച്ചിരുന്ന BJP തന്നെയാണ് ആ കേസുകളെല്ലാം തന്നെ ക്ലോസ് ചെയ്തിട്ട് അദ്ദേഹത്തിനെ മഹാരാഷ്ട്രയുടെ ഡെപ്യൂട്ടി CM ആക്കിയത്. മുകുൾ റോയ്, ശാരദ ചിറ്റ് ഫണ്ട് സ്കാം, ഇവരുടെ ഒക്കെ എതിരെ EDയുടെ കേസുകൾ ഉണ്ടായിരുന്നു. അവരെല്ലാവരും BJP ജോയിൻ ചെയ്ത് കഴിയുമ്പം ED തന്നെ ആ കേസുകൾ ഫയൽ ക്ലോസ് ചെയ്യും. ഛഗൻ ഭുജ്ബലിയുടെ BJP ജോയിൻ ചെയ്തു. എന്തുമാത്രം കേസുകളാണ് ആ മനുഷ്യന്റെ എതിരെ ഉള്ളത്. ഇന്ന് അവർ പറയുന്നത് എന്തുകൊണ്ടാണ്? ഞങ്ങൾക്ക് ഫയൽ കാണാനില്ല, അതുകൊണ്ട് കേസ് ക്ലോസ് ചെയ്യുന്നു. ഈ വക കഥകളാണ് മെനയുന്നത് BJP. ശരി, ഇത് ഞങ്ങൾ വിശ്വസിക്കണോ? ശരി, ശ്രീ ശിവശങ്കരൻ തുടർന്നോളൂ. അപ്പോൾ ഒന്നുകിൽ ഒരു പാർട്ടിയിൽ നിന്ന് നിങ്ങളിലേക്ക് വരിക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ബോണ്ട് നൽകുക. ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും, ഈ മണി ട്രെയിൽ, അതുപോലെ തന്നെ ഈ രാഷ്ട്രീയ പെരുമാറ്റം, ഇതെല്ലാം നമ്മുടെ മുന്നിൽ ഉള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങ് പറയരുത് അന്വേഷണ ഏജൻസി ഈ കാര്യങ്ങളൊക്കെ കണ്ടെത്തുന്നതിന് വേണ്ടി എടുക്കുന്ന നടപടികളെ പറ്റി ഒന്നും ചോദ്യം ചെയ്യരുത് എന്ന്. എനിക്ക് സമയം ഇനി അല്പമെങ്കിലും കിട്ടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അതുപോലെ തന്നെ മറ്റുള്ള ആളുകൾ പറയുമ്പോൾ, രാഷ്ട്രീയ സഹ പാനലിസ്റ്റ് പറയുമ്പോൾ, അവർ തെറ്റു പറഞ്ഞാൽ എനിക്ക് ഇടപെടാനുള്ള അധികാരം അവതാരകൻ തരും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അത്തരം ഒരു നിയമപരമായ ഒരു അല്ലെങ്കിൽ മാന്യതയെങ്കിലും എനിക്ക് കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഒന്ന്, നമ്മളിവിടെ സംസാരിക്കുന്നത് കോടതി വിഷയത്തെക്കുറിച്ചാണ്. രാഷ്ട്രീയമാണെങ്കിൽ ഞാനത് പറയാം. കോടതിയിൽ എന്താണ് നടന്നത് എന്നതാണ് ഇതുവരെ ചർച്ച ചെയ്തത്. അപ്പോൾ കോടതിയിൽ എന്തുകൊണ്ടാണ് ഇത്തരം നിയമകാര്യങ്ങൾ നമ്മളെക്കാൾ എല്ലാം മുതിർന്ന സീനിയറായിട്ടുള്ള സിംഗ്വിയും ചവാനും അടക്കമുള്ള അഡ്വക്കേറ്റുമാർ പറഞ്ഞിട്ടും നീതി ലഭിക്കാത്തത്? അത് വേണുവിൻ്റെ ഒരു 2 ഓപ്ഷൻ ശരിയാണ്. നിർഭാഗ്യവശാൽ കോടതിയിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അവതരിപ്പിച്ചപ്പോൾ സിംഗ്വി അവതരിപ്പിച്ചോളൂ, ജസ്റ്റിസിന് അല്ലെങ്കിൽ അവിടുത്തെ ജഡ്ജിക്ക് അത് നിയമപരമായി എന്ന് തോന്നാത്തത് കൊണ്ടാണല്ലോ പല പ്രാവശ്യം ഹൈക്കോടതിയിൽ, സുപ്രീം കോടതിയിലെല്ലാം പോയിട്ട് തിരിച്ചു വന്നതുമാണ്. അപ്പോൾ കോടതിയിൽ ഇത് നിലനിൽക്കില്ല എന്നുള്ളത് ഒന്നാമത്തെ കാര്യം. 2, ഈ അഴിമതിയെ നടന്നിട്ടില്ല എന്ന് ദയവായി കോൺഗ്രസ് നേതാക്കൾ പറയില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട എല്ലാ നേതാക്കളും നിരന്തരം പറഞ്ഞിരുന്നത് ഇത് അഴിമതി നടന്നു വരുന്നും ഇത് BJPയുടെ B ടീമാണെന്നും അടക്കമുള്ള കാര്യം പറഞ്ഞിട്ടാണ്. ഇതുവരെ ED അന്വേഷണം നടക്കുന്നില്ല, തൃപ്തികരമായ നടപടി എടുക്കുന്നില്ല, ഗോവയിലെ തിരഞ്ഞെടുപ്പിൽ BJPക്ക് വേണ്ടിയിട്ടാണ് ആം ആദ്മി പ്രവർത്തിക്കുന്നത് അടക്കമുള്ള കാര്യങ്ങളാണ് അവർ പറഞ്ഞത്. അന്ന് അവരാണ് പറഞ്ഞത് 45 കോടിയോളം ഇത്തരത്തിലുള്ള കള്ളപ്പണം ഗോവയിൽ ഉപയോഗിച്ചു എന്ന്. അപ്പോൾ അഴിമതി നടന്നിട്ടില്ല എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. 2, ഈ അന്വേഷണം വരുന്നതിന് മുമ്പ് തന്നെ ഈ നിയമം പിൻവലിക്കുകയും ചെയ്തു. മഹാത്മാഗാന്ധിയൊക്കെ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞുകൊണ്ട് വലിയ രീതിയിലുള്ള രാഷ്ട്രീയ പ്രഖ്യാപനം നടത്തുന്ന ആം ആദ്മി പാർട്ടി ഡ്രൈ ഡേ ഒക്കെ 21 ദിവസങ്ങളിൽ നിന്ന് 4 ദിവസമായി കുറച്ചുകൊണ്ട് ജനങ്ങൾക്ക് മദ്യം സുലഭമായി ലഭിക്കുവാനുള്ള ഉത്തരവാദിത്തം 2022 എടുത്തപ്പോൾ കുടിവെള്ളം ലഭിക്കുവാനുള്ള ഉത്തരവാദിത്തം ജയിലിൽ കിടന്നാണ് അദ്ദേഹത്തിന് എടുക്കുവാൻ തോന്നിയത് എന്നുള്ളത് വിചിത്രമായി ഇന്ന് നിർഭാഗ്യവശാൽ എൻ്റെ സഹ പാനലിസ്റ്റിനും അവതാരകനും തോന്നുന്നില്ല എന്നുള്ളതിൽ എനിക്ക് അത്ഭുതമില്ല. പക്ഷേ കുറ്റം മുഴുവൻ ഇത്തരത്തിലുള്ള തെറ്റ് ചെയ്തു എന്ന് പ്രതിപക്ഷ കക്ഷികൾ ഒന്നടങ്കം പറഞ്ഞിട്ടും അവർക്കെതിരെ 9 പ്രാവശ്യം വാറണ്ട് കൊടുത്തിട്ട്, അവിടെയാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. കാരണം ഈ തിരഞ്ഞെടുപ്പ് ഇങ്ങനെ വരുമെന്നോ അതല്ലെങ്കിൽ ഇത്തരത്തിൽ ഇലക്ട്രൽ ബോണ്ടിൻ്റെ ഇഷ്യൂ സുപ്രീം കോടതി ഈ മാസങ്ങളിൽ വരുമെന്ന് ത്രികാലജ്ഞാനമുള്ള നരേന്ദ്രമോദിയും അമിത്ഷായും 9 മാസങ്ങൾക്ക് മുമ്പ് ആം ആദ്മി പാർട്ടിക്ക് ഇത്തരത്തിലുള്ള വാറണ്ടുകൾ ED വാറണ്ടുകൾ നൽകി എന്ന് പറയുമ്പോഴുള്ള ആ ഒരു അമിത്ഷായെ നരേന്ദ്രമോദിയെ കുറിച്ചിട്ടുള്ള വലിയ ഒരു
പ്രതീക്ഷയുണ്ടല്ലോ. അതാണ് എനിക്ക് മനസ്സിലാക്കാത്തത്. പ്രതിപക്ഷ കക്ഷികൾക്ക് പോലും ഞങ്ങളെക്കുറിച്ച് ഇത്ര മതിപ്പാണ് എന്നുള്ളതിൽ എനിക്ക് ബഹുമാനമുണ്ട്. ഇവരൊക്കെ പറയുന്നത് വെറും രാഷ്ട്രീയ ആരോപണമാണ്. നിയമത്തിൻ്റെ പാതയിൽ കൃത്യമായി പോകുന്നുണ്ട്. അതിനെ 9 മാസം തടഞ്ഞു നിർത്തിയിട്ടും കൂടെ ഉള്ള കുറ്റവാളികൾക്ക് സുപ്രീം കോടതി വരെ പോയിട്ട് നിയമപരമായി യാതൊരു സുപ്രീം കോടതി വരെ പോകുന്നതിന്റെ കഥ പറയുകയുണ്ടായി. നാം ഈ PMLA ആക്ടുമായി ബന്ധപ്പെട്ട ഈ 2 മുന്നുപാധികൾ എന്ന് പറയുന്ന കാര്യം അത് അങ്ങും അംഗീകരിച്ചതിൽ സന്തോഷം. പിന്നെ അങ്ങ് പറഞ്ഞ ഒരു കാര്യം, ഇതിലിപ്പോ അഴിമതി ഉണ്ട് എന്ന് കോൺഗ്രസ് ആണല്ലോ പറഞ്ഞിരിക്കുന്നത്. ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസം രാംലീല മൈതാനിയിൽ 31-ാം തീയതി നടത്താൻ പോകുന്ന ഇന്ത്യ മഹാറാലിയുമായി ബന്ധപ്പെട്ട് ആ കാര്യങ്ങൾ വിശദീകരിച്ച ലവ്ലി ഉണ്ടല്ലോ, ഡൽഹിയിലെ കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ, അദ്ദേഹം ഈ കാര്യം പറയുകയുണ്ടായി. ഇത് ഞങ്ങൾ ഉന്നയിച്ച അഴിമതി ആരോപണം തന്നെയാണ്. പക്ഷേ ഇപ്പോൾ ജനാധിപത്യം വീണ്ടെടുക്കുക എന്ന പരമപ്രധാനമായ ആശയത്തിലേക്ക് ഞങ്ങൾ ഊന്നുകയാണ്. ജനാധിപത്യം ആദ്യം ഉറപ്പുവരുത്താം, അതിനുശേഷം മതിയല്ലോ മറ്റു കാര്യങ്ങളുമായി ബന്ധപ്പെട്ട സമരങ്ങളുടെ പ്രസക്തി എന്നത്. അല്ലല്ല, ഒരു മിനിറ്റ്. ഞാൻ പറഞ്ഞ അങ്ങൊരു വാദം പറയുമ്പോൾ, കോൺഗ്രസിനെ പറ്റി തന്നെ പറയുമ്പോൾ, കോൺഗ്രസിന്റെ നേതാവ് അല്ല, ഡൽഹി ഘടകമാണല്ലോ ഇത് ഒരു ആരോപണമായി ഉന്നയിച്ചത്, അതിൻ്റെ തന്നെ നേതാവ് ലവ്ലി ഈ കാര്യത്തിൽ ഈ ഘട്ടത്തിലെടുത്ത നിലപാട് എന്ത് എന്ന് വിശദീകരിച്ച കാര്യവും പ്രേക്ഷകർ അറിയേണ്ടതുണ്ട്. അതാണ് ഒരു കാര്യം. പിന്നെ രണ്ടാമത്തെ കാര്യം, അങ്ങീ പറഞ്ഞ ഇവര് അഴിമതി നടത്തിയെന്നത് വ്യക്തമാണല്ലോ. അഴിമതി നടത്തിയ ദേശീയ അധ്യക്ഷൻ അങ്ങനെ അല്ല, ഒരു സെക്കൻഡ്, സൂട്ട്കേസ് അങ്ങനെ തന്നെ വാങ്ങിച്ച ഏതെങ്കിലും ഒരു ദേശീയ പാർട്ടിയുടെ ദേശീയ അധ്യക്ഷൻ എന്തായാലും ആപ്പിനുമില്ല കോൺഗ്രസിനുമില്ല സാർ. അല്ല, ഞാൻ പറഞ്ഞോളൂ. ഒരു നിലപാടെടുത്തു കഴിഞ്ഞാൽ മാറ്റാതിരിക്കുക എന്നുള്ളത് രാഷ്ട്രീയമായി ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും നേതാക്കളുടെയും മാന്യതയാണ്. അതൊന്നും ഞാൻ എല്ലാവരെയും പ്രതീക്ഷിക്കുന്നില്ല, ആഗ്രഹിക്കാനും പാടില്ല. 2, ഇത്തരത്തിലുള്ള പണമിടപാടുകൾ മറ്റൊരു വാർത്ത മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ അജിത് പവാറിനെതിരെ 70,000 കോടിയുടെ അഴിമതി വേണം. അല്ല, ഒരു സെക്കൻഡ്, പറഞ്ഞത് വിഴുങ്ങരുത് എന്ന് പറയുമ്പോൾ അത് ഫഡ്നാവിസിനോട് പറഞ്ഞേക്കും. അത് പറയാൻ വേണം. അല്ല, ഒരു സെക്കൻഡ്. അല്ല, ഫട്നവിസിനോട് ഞാൻ പറയാം, ഏതായാലും വേണു തൽക്കാലം വിഴുങ്ങാതിരിക്കൂ. 1. 2, അഴിമതിയുടെ കള്ളപ്പണങ്ങൾ ഇത്തരത്തിൽ ഒരു ജനാധിപത്യത്തിൽ ഉപയോഗിക്കുമ്പോൾ അതിനെതിരെ നടപടിയെടുക്കുക എന്നുള്ളതാണ് ജനാധിപത്യത്തെ രക്ഷിക്കാനുള്ള ഏറ്റവും വലിയ കാര്യം. ഇപ്പോൾ നോക്കൂ, നിങ്ങളുടെ വാർത്ത വന്നില്ലെങ്കിലും 24-ലോ വേണുവോ ഈ വാർത്ത വായിച്ചില്ലെങ്കിലും അരവിന്ദ് കെജ്രിവാളിനെതിരെ സിഖ് ഫോർ ജസ്റ്റിസ് എന്ന സംഘടന ഏതാണ്ട് 140 കോടി രൂപയോളം വരുന്ന തുക 2013 അതിലേക്ക് വരാം. ഒരു മിനിറ്റ്, നിങ്ങൾക്കത് പുതിയ കാര്യമല്ല. അത് ശരിയല്ല വേണു. ചർച്ചയിൽ നിന്ന് ഒഴിവാക്കുമെന്നല്ല. ഉയർന്ന ചോദ്യങ്ങൾക്ക് മറുപടി പറയൂ. പന്നുവിന്റെ കാര്യം നമുക്ക് എടുക്കാം, പന്നുവിന്റെ കാര്യം എടുക്കാം. ബംഗാൾ ലക്ഷ്മൺ പെട്ടിയുമായി പോയ കഥ എടുക്കാം, അതൊക്കെ വരുന്ന മുറിക്ക് എടുക്കാം. എക്സ്പ്ലെയിൻ ചെയ്യും. അല്ല, ബംഗാളിൽ അങ്ങനെയാണെങ്കിൽ നേരത്തെ 92-ലെ IT കേസ് കോൺഗ്രസിന്റെ വന്നപ്പോൾ ഭയങ്കര വിഷമമായിരുന്നല്ലോ എല്ലാവർക്കും. ബംഗാരു ലക്ഷ്മണന്റെ എടുക്കാം, 92-ലെ കേസ് എടുക്കാൻ പാടില്ല. ഞാൻ സിഖ് ഫോർ ജസ്റ്റിസ് 133 കോടിയോ 140 കോടിയോ 16 ബില്യൺ എന്നാ പറഞ്ഞേക്കണത്. അത് ഏത് കാലഘട്ടത്തിലാണ്, അതിന്റെ ഇന്നത്തെ തുക എത്ര എന്നുള്ളത് വേറെ കണക്കാക്കാം. അപ്പൊ ഇത്തരത്തിലുള്ള അഴിമതി ആരോപണങ്ങൾ, കള്ളപ്പണങ്ങൾ, വിദേശ തീവ്രവാദ സംഘടനയുടെ പണം, അത് ചോദിക്കുമ്പോൾ അതിനെക്കുറിച്ച് കണക്ക് ഇനിയും ചോദിക്കേണ്ടി വരും. അത് ചോദിക്കുമ്പോൾ അത് ജനാധിപത്യപരമായി തെരഞ്ഞെടുപ്പ് സമയത്ത് ചോദിക്കരുത്. അത് നടക്കുന്നുണ്ട്. ഈ പന്നുവിനെ കൊല്ലാനുള്ള ഒരു ശ്രമം നടന്നു. അത് ഏത് കേന്ദ്ര ഏജൻസിയുമായി ബന്ധപ്പെട്ട ആളുകൾ പ്രവർത്തിച്ചു, അതിന്റെ പേരിൽ അവിടെ ഇപ്പോൾ നിയമ നടപടി ആര് നേരിടുന്നു, ആ കാര്യങ്ങളുമൊക്കെ വിശദീകരിക്കപ്പെടേണ്ടതുണ്ട്. ആ കാര്യങ്ങളൊക്കെ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ശിവശങ്കരൻ, പുതിയ കാര്യങ്ങളിലേക്ക് പോരുത്. ഞാൻ വരാം അങ്ങയിലേക്ക്. ശ്രീ NP ചെക്കുട്ടി, ഇവിടെ ഈ ഡ്രൈഡേ കുറച്ച കഥയും ഞാൻ വരാം. ശിവശങ്കരൻ, ഡ്രൈഡേ കുറച്ച കാര്യവും ജയിലിനകത്ത് കിടന്നുകൊണ്ട് ഈ പറയുന്ന കുടിവെള്ള ടാങ്കർ എല്ലായിടവും എത്തിക്കേണ്ടതുണ്ട്, മലിനജല പ്രശ്നം പരിഹരിക്കേണ്ടതുണ്ട് എന്ന് കേജ്രിവാൾ പറഞ്ഞൊരു കാര്യത്തെ പരിഹസിക്കുന്നത് കണ്ടല്ലോ. ഇവിടെ ഇപ്പോൾ കർണാടക എന്ന് പറയുന്ന സംസ്ഥാനം സുപ്രീം കോടതിയിൽ പോയിരിക്കുകയാണ്. അങ്ങേക്ക് അറിയുന്നത് പോലെ 236 താലൂക്കുകളിൽ 223 ഇടത്തും വരൾച്ചയാണ് ഉണ്ടായിരിക്കുന്നത്. 196 താലൂക്കുകളിൽ വരൾച്ചയും ജലക്ഷാമവും അതിരൂക്ഷമാണ്. ഈ ഖാരിഫ് വിളവെടുപ്പിനെ വരൾച്ച ബാധിച്ചിരിക്കുന്നു. 48 ലക്ഷം ഹെക്ടറിലെ കൃഷിനാശമാണ് ഉണ്ടായിരിക്കുന്നത്. 35,162 കോടിയുടെ നഷ്ടം. ദേശീയ ദുരന്ത നിവാരണ സമിതിയുടെ ആളുകളൊക്കെ അവിടെ പോവുകയുണ്ടായി. പക്ഷേ അട്ടത്ത് വെച്ചിരിക്കുകയാണ് റിപ്പോർട്ട്.
മോദി എന്തായാലും ഒരു തരം തടവറയിലുമല്ല, ഒരു കസ്റ്റഡിയിലുമല്ല. പക്ഷെ കടലാസുകളൊന്നും നീങ്ങുന്നില്ല ഈ കാര്യത്തിൽ. അപ്പോൾ ഈ അങ്ങനെ ചെയ്യുന്നില്ല എന്ന് മാത്രവുമല്ല, ഇപ്പോഴാണ് ഈ ബാരിക്കേഡുകളൊക്കെ പൊളിച്ചു മാറ്റുന്നത്. കർഷകരെത്തില്ല എന്ന ഏതോ ഒരു തരം ഉറപ്പിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ബാരിക്കേഡുകളും മുള്ളാണികളും ഒക്കെ മാറ്റിയിട്ടുണ്ട്. ഇനി അതിൻ്റെ പിന്നറ രഹസ്യങ്ങളൊക്കെ പുറത്തു വരേണ്ടതുണ്ട്. ഒരു കാര്യം കൂടി, ഇവിടെ ഇപ്പോൾ ഈ വ്യക്തി എങ്ങനെയാണ് ഈ കടലാസ് കണ്ടുപിടിച്ചത്, എങ്ങനെയാണ് അതിൽ അക്ഷരങ്ങൾ എഴുതിയത്, അല്ലെങ്കിൽ എങ്ങനെയാണ് അച്ചടിച്ചത്, ആരുടെ കൈവശം കൊടുത്തുവിട്ടിരിക്കുന്നു, ഈ കാര്യങ്ങളൊക്കെ അന്വേഷിക്കാനാണ് ഇവർക്ക് വ്യഗ്രത. അല്ലാതെ ഈ പറയുന്ന കുടിവെള്ളക്ഷാമം രൂക്ഷമാണെങ്കിൽ അതിന് മതിയായ ടാങ്കർ ലോറികൾ അവിടെ എത്തിച്ച് വെള്ളം കൊടുക്കുക, മലിനജലവുമായി ബന്ധപ്പെട്ട പ്രശ്നം പരിഹരിക്കുക, അതിലല്ല താല്പര്യം. അപ്പോൾ ഇവർ ആരെയാണ് ഈ സബ്കാ പരിവാർ എന്ന് പറയുന്നത്, ശ്രീ ചെക്കുട്ടി? ഒന്നാമത്തെ കാര്യം, കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ജനാധിപത്യ മര്യാദകൾ തങ്ങൾക്ക് ഒട്ടും ബാധകമല്ല എന്ന മട്ടിലാണ് അവർ പെരുമാറുന്നത്. യഥാർത്ഥത്തിൽ ഒരു കൊളോണിയൽ സർക്കാരാണ്. ഒരു ജനാധിപത്യ എലക്റ്റഡ് സർക്കാരിൻ്റെ ഒരു സ്വഭാവവും ഇന്നത്തെ ഇന്ത്യൻ ഗവൺമെൻറ് കാണിക്കുന്നില്ല. അവരൊരു തരത്തിൽ കൊളോണിയൽ അതോറിറ്റീസിൻ്റെ മാതിരി നമുക്ക് ദൈവദത്തമായിട്ടുള്ള എന്തോ അവകാശങ്ങളാണ് ഞങ്ങൾക്ക് ഇവിടെയുള്ളത്, ജനങ്ങളോട് ഞങ്ങൾ ഉത്തരവാദിത്വമില്ല എന്ന മട്ടിലുള്ള ഒരു പെരുമാറ്റമാണ് അവർ കാണിക്കുന്നത്. അതുകൊണ്ടാണ് ഇലക്ഷൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞു, ഇലക്ഷൻ കമ്മീഷൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞു, ഇലക്ഷൻ കമ്മീഷൻ്റെ കോഡ് ഓഫ് കണ്ടക്ട് ഈ രാജ്യത്ത് നടപ്പിലായി കഴിഞ്ഞു. ഈ സമയത്ത് സാധാരണ നിലയിൽ ഒരു ജനാധിപത്യ രാജ്യത്ത്, ഇന്ത്യയിൽ മാത്രമല്ല ലോകത്തൊരിടത്തും രാജ്യത്തെ പ്രധാനപ്പെട്ട പ്രതിപക്ഷ കക്ഷിയുടെ ഏറ്റവും പ്രമുഖ നേതാവിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്ന സമീപനം ഒരിക്കലും ഉണ്ടാവില്ല. അത് സംഭവിക്കാനിടയില്ലാത്തൊരു കാര്യമാണ്. പക്ഷെ അത്തരത്തിലുള്ള കാര്യങ്ങൾ പോലും നടത്താൻ അവർക്കൊരു മടിയില്ല. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു മുഖ്യമന്ത്രിയാണ്, സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയാണ്, മറ്റൊരു സംസ്ഥാനത്തിൻ്റെ അധികാരമുള്ള ഒരു പാർട്ടിയുടെ നേതാവാണ്, ഇന്ത്യയിൽ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാവാണ്. ഇങ്ങനെയുള്ളൊരു രാഷ്ട്രീയ നേതാവിനെ പോലും അനാവശ്യമായിട്ട് ഒരു കാര്യവുമില്ലാതെ ഈ തെരഞ്ഞെടുപ്പിൻ്റെ വേളയിൽ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത് BJP എന്ന് പറയുന്ന രാഷ്ട്രീയ കക്ഷിയുടെയും അവരുടെ സർക്കാരിൻ്റെയും ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള സമീപനത്തിന് ഒന്നാന്തര ഉദാഹരണമാണ്. ഇതേ തരത്തിൽ നമുക്കിപ്പോൾ ഇന്ത്യയുടെ ചരിത്രത്തിൽ എനിക്ക് ഓർമ്മിക്കാൻ കഴിയുന്ന 75 ഇന്ത്യയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച് ഒരുപാട് രാഷ്ട്രീയ നേതാക്കൾ അടച്ചുപൂട്ടിയ ഒരു സന്ദർഭമാണ്. അതിന് അന്ന് ജനങ്ങൾ കൃത്യമായിട്ടുള്ള മറുപടി കൊടുത്തു. 77 തെരഞ്ഞെടുപ്പിൽ ഒരു ക്യാമ്പയിനും ഉണ്ടായിട്ടില്ല. ജയിലിൽ കിടന്നുകൊണ്ടാണ് മിക്കവാറും നേതാക്കളൊക്കെ തന്നെ ക്യാമ്പയിൻ ചെയ്തത്. അതേ തരത്തിൽ തിളക്കമാർന്ന വിജയവും നേടി. അല്ല, 77 അതേ അനുഭവം. അന്ന് ഇത്തരത്തിലുള്ള ഒരു സോഷ്യൽ മീഡിയയും TV-യും ഒന്നുമില്ല. 77 ജനങ്ങളുടെ അനുഭവത്തിലൂടെ, കേട്ടറിവിൻ്റെ, കണ്ടറിവിൻ്റെ പലതരത്തിലുള്ള അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ ജനങ്ങൾ ഇൻറ്റ്യൂഷൻ വഴി ജനങ്ങൾ കൃത്യമായിട്ട് വോട്ട് രേഖപ്പെടുത്തി. ഇന്നതല്ല സ്ഥിതി. ഇന്നൊരു ഓപ്പൺ സൊസൈറ്റിയാണ് ഇന്ത്യ. ഈ രാജ്യത്ത് ഇങ്ങനെ പെരുമാറാൻ ഒരു ഭരണകക്ഷിക്ക് കഴിയുന്നുണ്ടെങ്കിൽ അവർ ഈ ലോകത്തൊന്നുമല്ല ജീവിക്കുന്നത്, അവർ ഏതോ ഒരു മായിക സ്വർഗത്തിലാണ് ജീവിക്കുന്നത്, അവർ വിഡ്ഢികളുടെ സ്വർഗത്തിലാണെന്ന് ഞാൻ പറയാം. പക്ഷെ അതുകൊണ്ട് മാത്രം ഇവർക്ക് ഈ പ്രതിപക്ഷത്തെ കൂട്ടാൻ കഴിയില്ല. ഇപ്പോൾ ഞാൻ ഈ സോഷ്യൽ മീഡിയ ഒക്കെ എങ്ങനെയാണ് നരേന്ദ്രമോദി ഈ കേജ്രിവാളിയെ പൂട്ടിയത്? എന്ത് പൂട്ടി? ഒരു പൂട്ടും ഉണ്ടായിട്ടില്ല. അദ്ദേഹം വളരെ ഓപ്പണായിട്ട് പ്രവർത്തിക്കുന്നു. അദ്ദേഹത്തിൻ്റെ സർക്കാരിൻ്റെ ഒരു പ്രവർത്തനവും തടയാൻ അവർക്ക് പറ്റിയിട്ടില്ല. ഡൽഹി പറയുന്ന നഗരത്തിൽ, ഡൽഹിയിൽ മാത്രമല്ല ബാംഗ്ലൂരും അതിശക്തമായിട്ടുള്ള കടുത്ത വെള്ളത്തിൻ്റെ ക്ഷാമമുണ്ട്. അതിൽ നടപടിയെടുക്കാൻ അദ്ദേഹം ആവശ്യപ്പെട്ടു. എങ്ങനെ ആവശ്യപ്പെട്ടു? ഫോണിൽ വിളിച്ച് പറഞ്ഞാൽ പോരെ, അല്ലെങ്കിൽ വെറുതെ വിളിച്ച് പറഞ്ഞാൽ പോരെ? അതൊന്നും രേഖയിൽ കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ ഇത്തരം കാര്യങ്ങളിലൊക്കെ തന്നെ ഇനി അത് എവിടെ ഏത് കടലാസിൽ അടിച്ചടിച്ചു, എങ്ങനെ ടൈപ്പ് ചെയ്തു, എങ്ങനെ സീലടിച്ചു, അത് പോയി അന്വേഷിക്കട്ടെ. ഇഷ്ടംപോലെ പ്യൂണും അതുപോലെ ചപ്രാസികളും ഒക്കെ ഉണ്ടല്ലോ ഇവർക്ക്, പോലീസുകാരുണ്ട്. അതൊക്കെ ഇതൊന്നൊരു വിഷയമല്ല. യഥാർത്ഥത്തിൽ അവരുടെ ജനവിരുദ്ധമായ സ്വഭാവം, അവരുടെ ജനാധിപത്യ വിരുദ്ധമായ സ്വഭാവം വളരെ എവിഡന്റ് ആണ്. ശ്രീ എൻ പി ചെക്കുട്ടി, ഇപ്പോ ഈ ആം ആദ്മി പാർട്ടി എന്തായാലും ഈ പറയുന്ന EDയെ പേടിച്ച്, CBIയെ പേടിച്ച്, ITയെ പേടിച്ച് BJP ആകുന്നില്ല. അത് നമ്മുടെ മുന്നിലുള്ളൊരു യാഥാർത്ഥ്യമാണല്ലോ. അപ്പോൾ ഈ രൂപത്തിലുള്ള ആക്രമണമാണ് നടത്തുന്നത്. ഇപ്പോൾ അടുത്തതായി പറയുന്നത് ഇതേ മദ്യനയത്തെ ചുവടുപിടിച്ചാണ് പഞ്ചാബിൽ ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് അവിടെ അന്വേഷണം വേണമെന്ന് BJP ഒരു കടലാസുമായി പരാതി കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ഈ ഫെഡറൽ സംവിധാനത്തിൽ ഏതൊക്കെ തരത്തിലുള്ള ഭരണ അട്ടിമറികൾ നടത്താം, ഇത് മാത്രമാണോ ഇവർ ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത്? അല്ല, അത് കഴിഞ്ഞ കുറേ കാലങ്ങൾ ഇത് മാത്രമേ അവർ ചെയ്യുന്നുള്ളൂ. അവർ ഗവർണർമാരെ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്? ഗവർണർമാരെ ചപ്രാസികളെ പോലെയാണ് ഈ ആഭ്യന്തര വകുപ്പ്. ഞാൻ തമിഴ്നാട്ടിൽ പൊന്മുടി എന്നൊരു മന്ത്രി, ആ മന്ത്രിയെ രണ്ടാമത് അദ്ദേഹത്തിന് സുപ്രീം കോടതി അദ്ദേഹത്തിന് സ്റ്റേ കൊടുത്തതാണ്. അദ്ദേഹത്തിനെ വീണ്ടും മന്ത്രിയാക്കുമ്പോൾ അവിടുത്തെ ഗവർണർക്ക് അത് പറ്റില്ല എന്ന്. ഇപ്പം എന്തുണ്ടായി? സുപ്രീം കോടതി എന്ത് പറഞ്ഞു? തരത്തിൽ ഓരോ സ്ഥലത്തുനിന്നും ചവിട്ട് ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. മറ്റേ കേസിൽ ഇവരുടെ ഈ കാശ് വാങ്ങുന്ന പരിപാടി ഉണ്ടല്ലോ, ബോണ്ട് പരിപാടിയിൽ സുപ്രീം കോടതി
എന്ത് നിലപാടെടുത്തു? ഇതിലൊക്കെ തന്നെ BJPയുടെ ഏകപക്ഷീയമായ നിലപാടുകൾ, പക്ഷേ അപ്പോഴും ശ്രീ NP ചെക്കുട്ടി, ഈ ഖാൻ വിൽക്കർ ആണ് ഈ പറയുന്ന PMLA-യുമായി ബന്ധപ്പെട്ട ഏറ്റവും കിരാതമെന്ന് പറയാവുന്ന വ്യവസ്ഥകൾ അടങ്ങിയ നിയമവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉന്നയിക്കപ്പെട്ടപ്പോൾ അംഗീകരിച്ച ബെഞ്ചിന്റെ തലവനായിരുന്നത്. ആ വ്യക്തി ഇപ്പോൾ ലോക്പാലിലാണ്. ഈ ലോക്പാലാണ് മഹുവ മൊയ്ത്രയുമായി ബന്ധപ്പെട്ട ഒരു പരാതിയുടെ അടിസ്ഥാനത്തിൽ തുടരന്വേഷണത്തിലേക്ക് പോകൂ എന്ന നിർദ്ദേശം നൽകിയിരിക്കുന്നത്. മഹുവ മൊയ്ത്രയുടെ വീട്ടിൽ രാപകൽ CBIയുടെ റെയ്ഡ് നടക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്താണ് ചെയ്യേണ്ടത്? തുല്യമായി എല്ലാവർക്കും ഈ ജനാധിപത്യ പ്രക്രിയയിൽ ജനങ്ങളെ അഭിമുഖീകരിക്കാനുള്ള അവസരം കൊടുക്കുക എന്നതല്ലേ? അതിന് പകരം ഒരു നേതാവിനെ പിടിച്ചകത്തിടുക, അങ്ങനെ ആപ്പിനെ നിർവീര്യമാക്കാൻ നോക്കുക, ഒരു സ്ഥാനാർത്ഥിക്ക് മണ്ഡലത്തിൽ പോയി ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയാത്ത വിധത്തിൽ അവരുടെ വീട്ടിൽ റെയ്ഡ് നടത്തുക, അവരെ ഒരു കുറ്റവാളിയായി ചിത്രീകരിക്കുക, അവരുടെ ആത്മവിശ്വാസം തകർക്കുക, ഇതൊക്കെ എങ്ങനെയാണ് പിന്നെ തുല്യാവസരം ഉറപ്പുവരുത്തുന്ന ഒരു ജനാധിപത്യ പ്രക്രിയ നടക്കുക എന്ന് വോട്ടർമാർക്കൊരു വിശ്വാസം നൽകുന്നത്? അപ്പോൾ ഇതിൽ എല്ലാ ഘടകങ്ങളും പങ്കാളികളായിരിക്കുന്നു. അങ്ങീ പറയുന്ന ഈ RNV നേർക്ക് രോഷാകുലമായി സുപ്രീം കോടതി എന്ന് പറയുന്നതിലോ ഇലക്ട്രൽ ബോണ്ടിന്റെ കാര്യത്തിൽ ഒരു വിധി പ്രസ്താവിച്ചു എന്ന് പറയുന്നതിലോ മാത്രമായി പരിഹരിക്കപ്പെടുന്നില്ല ഈ ഫെഡറൽ സംവിധാനവും ജനാധിപത്യ സംവിധാനവും ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന വെല്ലുവിളി. അല്ല, അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യം എന്ന നിലയിൽ ലോകരംഗത്ത് നിന്ന് അറിയപ്പെടുന്നതേ ഇല്ല. ഇന്ത്യയുടെ ഗ്ലോബൽ സ്റ്റാൻഡേർഡ്സ്, ഡെമോക്രാറ്റിക് പ്രോബിറ്റിയുടെ കാര്യത്തിലായാലും ശരി, മീഡിയ സ്വാതന്ത്ര്യത്തിൻ്റെ കാര്യത്തിൽ ശരി, മറ്റു തരത്തിലുള്ള ജനാധിപത്യ അവകാശങ്ങളുടെ കാര്യത്തിലായാലും ശരി, പൗരാവകാശങ്ങളുടെ കാര്യത്തിലായാലും ശരി, ഇതിലൊക്കെ തന്നെ ഇന്ത്യയുടെ റേറ്റിംഗ് ഈസ് ഗോയിങ് ഡൗൺ ആൻഡ് ഡൗൺ ആൻഡ് ഡൗൺ. ഇതൊരു വസ്തുതയാണ്. നമ്മളിത് മറച്ചു വെക്കാൻ കഴിയാത്ത വിധം ഇന്ത്യ ഒരു ബനാന റിപ്പബ്ലിക് പോലെയാണ് ഭരിക്കപ്പെടുന്നത്. ഇന്ത്യ ഇന്ന് വേണമെങ്കിൽ പാകിസ്ഥാനുമായിട്ടാണ് മത്സരിക്കുന്നത്. ജനാധിപത്യത്തിന്റെ കാര്യത്തിൽ പാകിസ്ഥാനുമായിട്ട് മത്സരിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് ഇന്ത്യ എത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യക്കാരൻ തലകുനിച്ച് നിൽക്കും. പക്ഷേ ഇന്ത്യയിലെ ജനങ്ങൾ ഇത് കാണുന്നുണ്ട്. ഇത് മനസ്സിലാക്കാനുള്ള ശേഷി ഇന്ത്യയിലെ ജനങ്ങൾക്കുണ്ട് ഞാൻ കരുതുന്നത്. കാരണം ഇന്ത്യയിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരെല്ലാ കാലത്തും അമിതമായിട്ടുള്ള വലിയ ജാടകളൊന്നും കാണിക്കാറില്ല. പക്ഷേ ഇത്തരത്തിലുള്ള ആളുകളെ അവരെ കൃത്യമായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് കൈകാര്യം ചെയ്യാനുള്ള ശേഷി ഇന്ത്യ പ്രകടിപ്പിച്ചിട്ടുണ്ട്. നരേന്ദ്രമോദിയുടെയും ഈ അമിത്ഷായുടെ ഒരു പ്രശ്നം, അവർക്ക് ഇന്ത്യൻ ഹിസ്റ്ററി അറിയില്ല. അവർക്ക് ഹിസ്റ്ററി എന്ന് പറയുന്ന സംഗതി അവർക്കറിയില്ല. അവർക്കറിയാം നോട്ടെണ്ണാൻ അറിയാം, അവർക്ക് നോട്ടെണ്ണാൻ അറിയാം, അതൊക്കെ അറിയുന്നുണ്ടാവും. പക്ഷേ അവർക്ക് അറിഞ്ഞുകൂടാത്തത് ചരിത്രമാണ്. അവർ ആ ചരിത്രം പഠിക്കണം, ഇന്ത്യയുടെ ചരിത്രം കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഇന്ത്യയിലെ ജനങ്ങൾ ഒരിക്കലും ഇത്തരത്തിലുള്ള ഏകാധിപത്യമായ അഹങ്കാരഭരിതമായ സമീപനങ്ങളെ അംഗീകരിക്കില്ല എന്നുള്ളത് ജനങ്ങൾ അവർ മനസ്സിലാക്കി. ശരി, ശ്രീ നൗഷാദ് അലി, ഇവിടെ ഈ പറയുന്ന ശിവശങ്കരന്റെ വാദഗതി ഉണ്ടല്ലോ, നിങ്ങളാണ് ഇതിലെ അഴിമതി ആദ്യം ചൂണ്ടിക്കാട്ടിയത് എന്ന്. അതിൽ നിന്നുള്ള പിൻവാങ്ങൽ എന്തിൻ്റെ സൂചനയായിട്ടാണ് മനസ്സിലാക്കേണ്ടത്? കൂടാതെ ഈ കാര്യത്തിൽ അഴിമതി നടന്നിട്ടില്ല എന്ന വാദം ആർക്കുമില്ല എന്ന് ശിവശങ്കരൻ അടക്കമുള്ള BJP നേതൃത്വം പറയുന്നു. സുപ്രീം കോടതി വരെ പോയതാണല്ലോ. സിസോദിയ കഴിഞ്ഞ 2023 ഫെബ്രുവരി മുതൽ അകത്താണല്ലോ. ഈ കാര്യങ്ങളെല്ലാം ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അപ്പോൾ 31-ലെ റാലി എന്ന് പറയുന്നത് ആപ്പ് ഏത് രൂപത്തിൽ വേട്ടയാടപ്പെടുന്നു എന്ന് ജനസമക്ഷം ബോധ്യപ്പെടുത്താനാണ്. അതിൽ നിങ്ങൾ തന്നെ തുടങ്ങി വെച്ച് അത് ഏറ്റവും വലിയ ആയുധമായി തക്ക സമയത്ത് മോദി ഉപയോഗിച്ചുവെങ്കിൽ അതിൻ്റെ കൂട്ടുത്തരവാദിത്തം നിങ്ങൾക്കും ഇല്ല എന്നെങ്ങനെയാണ് നിങ്ങൾക്ക് അതേ വേദിയിൽ ആപ്പിനോട് തോൾ ചേർന്ന് നിന്നുകൊണ്ട് ജനസമക്ഷം പറയാൻ കഴിയുക? വേണുവിൻ്റെ ചോദ്യത്തിന് വളരെ കൃത്യമായ ഉത്തരം എൻ്റെ കയ്യിലുണ്ട്. അത് പറയാതെ ഞാൻ പൂർത്തിയാക്കുകയില്ല. എന്നാൽ ഇവിടെ അതിനു മുമ്പ് ശിവശങ്കർ സൂചിപ്പിച്ച ചില കാര്യങ്ങളൊക്കെ എനിക്ക് വലിയ രസാവഹമായി തോന്നി. അദ്ദേഹം പറയുകയാണ്, ഇങ്ങനെ വാക്ക് മാറ്റുന്ന ശീലമൊന്നും ഞങ്ങൾക്കില്ല, വാക്കുകൾ ഞങ്ങൾ സ്ഥിരമായിട്ട് ഒരേപോലെ പ്രയോഗിക്കുന്നവരാണെന്നൊക്കെ അദ്ദേഹം പറഞ്ഞു. പിന്നെ ഇത് വലിയ അഴിമതിയാണെന്നും പറഞ്ഞു. ഞാനൊരു കാര്യം ചോദിക്കുന്നു, ഇവിടെ ഈ 41ഓളം കമ്പനികളാണ് CBIയും ഇൻകം ടാക്സും അതുപോലെ തന്നെ EDയും റെയ്ഡ് ചെയ്തുകൊണ്ടിരുന്ന സ്ഥാപനങ്ങൾ. അവരിൽ നിന്നാണ് ഇവർ ഇലക്ട്രൽ ബോണ്ടായിട്ട് 2600-ലധികം കോടി രൂപ മേടിച്ചത്. ആ ബോണ്ട് കിട്ടിയതോടുകൂടി ആ കേസ് മുഴുവൻ അവിടെ അവസാനിച്ചു. ഇവരെ അഴിമതിയെക്കുറിച്ച് പുസ്തകം ഇറക്കിയിരുന്നു ഹിമന്ത ബിശ്വ ശർമ്മയെക്കുറിച്ച്. അദ്ദേഹത്തെ BJPയിൽ എടുത്തപ്പോൾ അഴിമതിയും തീർന്ന് അദ്ദേഹം ഇന്ന് മുഖ്യമന്ത്രിയായി. അതുപോലെ തന്നെ നേരത്തെ സൂചിപ്പിച്ച സുവേന്ദു അധികാരി, മുകുൾ റോയ്, ഛഗൻ ഭുജ്ബൽ, അതുപോലെ അജിത് പവാറിനെ ചൂണ്ടിക്കാട്ടി നാച്ചുറൽ കറപ്റ്റഡ് പാർട്ടി എന്നാണ് നരേന്ദ്രമോദി NCPയെ വിശേഷിപ്പിച്ചത്. അവർ BJPയിൽ എടുത്തപ്പോൾ പരിശുദ്ധരായി, ഇപ്പോൾ ഉപമുഖ്യമന്ത്രിയായി. അതുപോലെ ഛഗൻ ഭുജ്ബൽ, നാരായൺ റാണെ തൊട്ട് പ്രേമ ഗണ്ഡു, ഈ രാജ്യത്തുടനീളം ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. അപ്പോൾ അഴിമതി ഇവർക്ക് പ്രശ്നമേ അല്ല, അഴിമതിക്കാരെ ഇവർ സ്വീകരിക്കും. പക്ഷേ BJP ചേരണം എന്നൊറ്റ കണ്ടീഷൻ മാത്രമേ ഉള്ളൂ. ഇനി ഞാൻ മറ്റൊരു കാര്യം കൂടി പിന്നെ വേണുവിനോട് ചൂണ്ടിക്കാണിച്ചു തരാം. അതായത് ഇവിടെ
ഈ പറഞ്ഞ കോടതികളെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. കോടതി ഈ വിഷയത്തിലൊക്കെയുള്ള നിരീക്ഷണം ഈ 4-5 ജഡ്ജിമാർ സമീപ ദിവസങ്ങളിൽ നടന്നു. ഉജ്ജ്വൽ ബോയാൻ്റെ നിരീക്ഷണം കഴിഞ്ഞ മണിക്കൂറുകൾക്ക് മുമ്പാണ് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ജസ്റ്റിസ് സൂര്യകാന്ത് പറയുന്നു, ജസ്റ്റിസ് വിശ്വനാഥൻ പറയുന്നു, ജസ്റ്റിസ് ബൊപ്പണ്ണ പറയുന്നു, ജസ്റ്റിസ് സഞ്ജീവ് കുമാർ പറയുന്നു. ഇതൊക്കെ കഴിഞ്ഞ 3-4 മാസത്തിനിടയ്ക്ക് ഈ EDയുടെ PMLA ആക്ടിൻ്റെ 45 സെക്ഷൻ്റെ ഒക്കെ കിരാത സ്വഭാവത്തെക്കുറിച്ച് ജഡ്ജിമാർ നടത്തിയ നിരീക്ഷണങ്ങളാണ്. പക്ഷേ ഇവർ മറ്റൊന്ന് ചെയ്യുന്നു. ഈ രാജ്യത്ത് 2014 ശേഷം റിട്ടയർ ചെയ്ത സുപ്രീം കോടതി ജഡ്ജിമാരിൽ 21% ഇവർ പുതിയ പദവി നൽകി ആദരിച്ചിട്ടുണ്ട്. നേരത്തെ വേണു ചൂണ്ടിക്കാട്ടിയ ജഡ്ജിക്ക് പുറമെ ജസ്റ്റിസ് അരുൺ മിശ്ര, ജസ്റ്റിസ് നാസർ, ജസ്റ്റിസ് സദാശിവം, അതുപോലെ തന്നെ ജസ്റ്റിസ് ഹേമന്ത് ഗുപ്ത, ജസ്റ്റിസ് സുനിൽ, ക്ഷമിക്കണം, അങ്ങനെ ഒരുപാട് അഭിജിത്ത് ഗംഗോപാധ്യായക്ക് സീറ്റും കൊടുത്തു. അതെ അതെ, അത് രഞ്ജൻ ഗൊഗോയ്ക്ക് രാജ്യസഭ മെമ്പർ സ്ഥാനം കൊടുത്തു. അങ്ങനെ രഞ്ജൻ ഗൊഗോയ് അല്ല, അങ്ങനെ പറയുമ്പോൾ അയോധ്യ വിധിയിൽ രഞ്ജൻ ഗൊഗോയ്ക്ക് രാജ്യസഭാംഗത്വം, തൊട്ട് പിന്നാലെ അങ്ങ് സൂചിപ്പിച്ച നാസർ എന്ന് പറയുന്നയാളിന് എന്റെ മനസ്സിലാക്കൽ ശരിയാണെങ്കിൽ ഗവർണർ പദവി, ഇങ്ങനെ ഗവർണർ പദവി. ഇനി എല്ലാം പോട്ടെ, ഗ്യാൻവാബി ഈ പറയുന്ന നേരത്തോട് നേരം കേട്ട് അപ്പോൾ തന്നെ ഇടപെട്ട് കാര്യങ്ങൾ ചെയ്തയാളിന് യോഗിയുടെ നേതൃത്വത്തിൽ മറ്റൊരു ആലയത്തിൽ കൃത്യമായ പദവി, ഈ ഒരു സർവകലാശാലയുമായി ബന്ധപ്പെട്ട സ്ഥലത്താണ് ആ പ്രത്യേകമായ പദവി കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇങ്ങനെ പാരിതോഷികം കിട്ടിക്കൊണ്ടിരിക്കുകയാണ് എന്നു മാത്രമല്ല, അങ്ങീ പറഞ്ഞ ഉജ്ജ്വൽ ഭയാൻ എന്ന് പറയുന്നു, സൂര്യകാന്ത് പറയുന്നു, വിശ്വനാഥ് പറയുന്നു, ബൊപ്പണ്ണ പറയുന്നു എന്നൊക്കെ പറയുമ്പോഴും ഇവരൊക്കെ ഇരിക്കുന്ന ഉന്നത നീതിപീഠം PMLAയുമായി ബന്ധപ്പെട്ട കേസുകൾ പരിശോധിക്കുമ്പോൾ പുറപ്പെടുവിക്കുന്ന നിരീക്ഷണങ്ങളായാലും വിധികളായാലും ഭരണകൂട ഭാഷയുള്ളതാണ്, ജുഡീഷ്യൽ ഭാഷയിലുള്ളതല്ല. അതിന്റെ കെടുതിയാണ് ഇപ്പോൾ എല്ലാവർക്കും അനുഭവിക്കേണ്ടി വരുന്നത്. തീർച്ചയായിട്ടും ഞാൻ ഇനി വേണു ചോദിച്ച ചോദ്യത്തിലേക്ക് വരാം. വേണു ഇവിടെ ചോദിച്ചല്ലോ കോൺഗ്രസ് ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ചു എന്ന്. തീർച്ചയായിട്ടും ഇവിടെ ഡൽഹിയിലെ AAP സർക്കാർ നിരവധി ജനോപകാരപ്രദമായ നടപടികൾ, അത് മൊഹല്ല ക്ലിനിക്ക്, ശുദ്ധജല വിതരണം, വനിതകൾക്കുള്ള സൗജന്യമായ ബസ് സർവീസ്, ഇങ്ങനെയൊക്കെയുള്ള നിയമങ്ങൾ കൊണ്ടുവന്നപ്പോൾ അതിനെയൊക്കെ തടസ്സപ്പെടുത്താൻ മുന്നിൽ നിന്ന ലഫ്റ്റനന്റ് ഗവർണർ ആയിരുന്നു സക്സേന. ആ സക്സേന ഈ മദ്യനയത്തെ 2 കൈയും നീട്ടി സ്വീകരിച്ച് ഒപ്പിട്ട് നിയമമാക്കാൻ സഹായിച്ച ആളാണ്. പ്രൊവൈഡഡ്, ഒറ്റ കാര്യങ്ങൾ പറഞ്ഞുള്ളൂ, അവിടുത്തെ മുനിസിപ്പൽ കോർപ്പറേഷൻ്റെ കൂടി അനുമതി വാങ്ങണമെന്ന്. കാരണം അത് BJP ഭരിക്കുന്നത്. അത്തരത്തിൽ സക്സേന സംശയാസ്പദമായൊരു തീരുമാനമെടുത്തപ്പോൾ ഈ സക്സേനയും ഗവൺമെൻറ്റും തമ്മിലുള്ള നെക്സസിനെ കുറിച്ചെന്ന് കോൺഗ്രസ് പാർട്ടി ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. ഈ സക്സേന ചില്ലറക്കാരനല്ല. ഇവിടെ ഡിമോണിറ്റൈസേഷൻ്റെ കാലത്ത് അദ്ദേഹം ഖാദി ബോർഡിൻ്റെ വൈസ് ചെയർമാനായിരുന്നു. അന്ന് 1400 കോടിയിലധികം രൂപ വകമാറ്റി എന്നുള്ളതിനെ കുറിച്ച് വലിയ ആരോപണം നേരിടുന്ന ആളാണ് ഈ സക്സേന. അദ്ദേഹത്തിൻ്റെ ചെയ്തിയിൽ സംശയം പ്രകടിപ്പിച്ചുകൊണ്ട് ഈ വിഷയത്തിലുള്ള അൺഹോളി നെക്സസിനെ കുറിച്ച് പറഞ്ഞ് ഞങ്ങൾ രംഗത്ത് വന്നിരുന്നു. തീർച്ചയായിട്ടും അത് അന്നത്തെ രാഷ്ട്രീയ നിലപാടായിരുന്നു. പക്ഷേ അതിൻ്റെ പേരിൽ നേതാക്കൾ ഇത്തരത്തിൽ വേട്ടയാടുകയും ഇത്തരത്തിൽ എന്ന് പുറത്തിറങ്ങുമെന്നറിയാത്ത വിധം അകത്തിടുകയും അല്ല വേണ്ടത്. ഞാൻ ഒരു കാര്യം കൂടി, മനീഷ് സിസോദിയയുടെ ജാമ്യാപേക്ഷ വേളയിൽ സുപ്രീം കോടതി നിരീക്ഷിച്ചതാണ്. ഇതൊക്കെ കുറ്റപത്രമായി വന്നാൽ പ്രതിഭാഗം വക്കീലിൻ്റെ 2 ക്രോസോടുകൂടി വലിച്ചെറിയപ്പെടേണ്ട ഒഫൻസുകളാണിതിൽ. പക്ഷേ PMLA ആക്ടിൻ്റെ 45-ാം സെക്ഷൻ പ്രകാരം ജാമ്യം നൽകാൻ നിർവാഹമില്ല എന്നാണ് സുപ്രീം കോടതി നിരീക്ഷിച്ചത്. 2017 ഒരു കാര്യം കൂടി നൗഷാദ് അലി, ഇപ്പോൾ ഈ അമേഠിയും റായ്ബറേലിയും ഒഴിച്ചിട്ടിരിക്കുകയാണല്ലോ. ഈ റായ്ബറേലിയിൽ പ്രിയങ്ക വരാതിരിക്കുന്നത് നിങ്ങൾക്കൊരു ശങ്കയുള്ളത് കൊണ്ടാണോ? കാരണം അങ്ങേക്ക് അറിയുന്നത് പോലെ ഈ ഫരീദാബാദ് ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ട് സമർപ്പിച്ചിരിക്കുന്ന കുറ്റപത്രത്തിൽ ഒരു വാചകം പ്രിയങ്കയുമായി ബന്ധപ്പെട്ട് പറഞ്ഞു പോയിട്ടുണ്ട്. അത് വെറുതെയല്ല. ഇപ്പോൾ ഈ ശരത്ചന്ദ്ര റെഡ്ഡിയുടെ ഒരു മൊഴി, ഒരു വാചകം, ആദ്യം അദ്ദേഹം ഈ പറയുന്ന രൂപത്തിൽ കേജ്രിവാളിനെ കണ്ടിട്ടില്ല, അറിയില്ല, കേജ്രിവാളിനൊരു ബന്ധവുമില്ല എന്നൊക്കെ പറഞ്ഞതിന് ശേഷം പിന്നീട് ഇങ്ങനെയൊന്ന് മൊഴിമാറ്റി പറയുന്ന ഘട്ടമെന്ന ഒരൊറ്റ കാര്യം വെച്ചുകൊണ്ടാണ് ഈ PMLA ആക്ടുമായി ബന്ധപ്പെട്ട് അത് ദുരുപയോഗം ചെയ്തിരിക്കുന്നത്, കേജ്രിവാളിനെ പിടിച്ച് അകത്തിട്ടിരിക്കുന്നത്. പ്രിയങ്ക ഇപ്പോൾ തെരഞ്ഞെടുപ്പ് രംഗത്ത് ഇറങ്ങാതിരിക്കുന്നതും ഈ പറയുന്ന കുറ്റപത്രത്തിൽ ഒരു വരിയെ പേടിച്ചിട്ടാണോ? ഇവിടെ വേണു, ഇവിടെ പ്രിയങ്ക ഗാന്ധിയെയും കോൺഗ്രസിനെയൊക്കെ വേട്ടയാടാൻ ഇവർ തീരുമാനിക്കുകയും അതിവർ നിർബാധം തുടരുകയും രോഗാതുരയായ സോണിയാഗാന്ധി വരെ മണിക്കൂറുകൾ നീണ്ട EDയുടെ ചോദ്യം ചെയ്യലിന് വിധേയമാവുകയൊക്കെ ചെയ്ത് ആ കേസ് ഇപ്പോഴും മുന്നോട്ട് തന്നെ പോവുകയാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവരാണ് ഭീരുക്കൾ. ഹിറ്റ്ലർ ഭീരുവായിരുന്നു. അതാണ് അടിച്ചമർത്തൽ നയം എതിരാളികൾക്കെതിരെ അദ്ദേഹം സ്വീകരിച്ചു പോകുന്നത്. അതേ ഹിറ്റ്ലറിൻ്റെ പിൻഗാമികളാണ് ഇവർ. ഇവർ ഭീരുക്കളാണ്, ആലില പോലെ വിറക്കുന്നവരാണിവർ. അതുകൊണ്ടാണ് അവസാനത്തെ
പ്രതിപക്ഷ പാർട്ടി. വയോധികനായ ഫറൂഖ് അബ്ദുള്ള തൊട്ട് ഇങ്ങ് തെക്കേറ്റത്ത് കിടക്കുന്ന സ്റ്റാലിൻ വരെയുള്ള ആളുകളെ ഇവർ വേട്ടയാടുന്നത്. ഇവർക്ക് ഭയമാണ്, ഇവർക്ക് മുന്നോട്ട് പോകാൻ ധൈര്യമില്ലാത്തവരാണ്, ഭീരുക്കളാണ് ഇവർ. അതുകൊണ്ട് അധികാരത്തിന്റെ ഘടകം പ്രയോഗിച്ചുകൊണ്ട് മുഴുവൻ പ്രതിപക്ഷ കക്ഷികളെയും ഇവർ നിലം പരിശാക്കുകയാണ്. പ്രിയങ്ക ഗാന്ധി മത്സരിക്കോ ഇല്ല എന്നുള്ളത് വരും ദിവസങ്ങളിൽ വ്യക്തമാകും. നമുക്ക് കാത്തിരിക്കാം. ഒറ്റ കാര്യം കൂടി വേണോ ഇവിടെ? ഒറ്റ കാര്യം കൂടി പറയാം. അരവിന്ദ് കെജ്രിവാളിന്റെ കേസൊന്ന് നിങ്ങൾ പരിഗണിക്കൂ. ഇവിടെ കൺഫസ് സ്റ്റേറ്റ്മെന്റ് കൊടുത്ത മുഴുവൻ ആളുകളും BJPയുടെ ഇലക്ട്രൽ ബോണ്ടിലേക്ക് കോടികൾ സംഭാവന നൽകിയവരാണ്. അത് നൽകുമ്പോൾ അവർ മാപ്പുസാക്ഷികളാകുന്നു. കൺഫസ് സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. അതാണ് രാധികയുടെ പാർട്ടി പറയുന്നത്. ഇതിൽ മണി ട്രെയിൽ ഉണ്ടായെങ്കിൽ ഇതിനോടകം പുറത്തു വന്നിരിക്കുന്ന രേഖകൾ വെച്ച് ഒറ്റ മണി ട്രെയിലേ ഉള്ളൂ പുറത്തു വന്നിരിക്കുന്നത്. അത് ഈ 55 കോടി ഈ ശരത്ചന്ദ്ര റെഡ്ഡിയുടെ അരവിന്ദോ ഫാർമ വഴിയൊക്കെ പോയിരിക്കുന്ന BJPയിലേക്ക് വരിക്കുന്ന 55 കോടിയാണ്. അല്ലാതെ നയാ പൈസയുടെ കണക്ക് എന്തായാലും ഇതുവരെ ഈ മണി ട്രെയിൽ എന്ന നിലയിൽ ഈ കൊട്ടിഘോഷിച്ച് 2 വർഷമായി നടക്കുന്ന അന്വേഷണത്തിൽ ഇതുവരെ പുറത്തു വന്നിട്ടില്ല. ഞാൻ ആദ്യ ഇടവേളയ്ക്ക് പോകുന്നു. ഇടവേളയ്ക്ക് ശേഷം മറ്റതിഥികളിലേക്ക്. പ്രതിപക്ഷത്തെ പൂട്ടിയോ എന്ന എൻകൗണ്ടർ ചർച്ച തുടരുകയാണ്. രാധിക, ഒരു ചോദ്യത്തിൽ നിന്നും ഒഴിഞ്ഞു മാറാൻ കഴിയില്ലല്ലോ. ഒരു ചോദ്യത്തിൽ നിന്ന് പോലും. PR ശിവശങ്കർ ചോദിച്ച ചോദ്യം അവിടെ കിടക്കുന്നു. BJPയുടെ ഈ പറയുന്ന സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ വിപുലമായി അത് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ആപ്പിന് 2014-നും 2022-നും ഇടയിൽ 8 കൊല്ലം 133 കോടിയുടെ സംഭാവന നൽകിയിരിക്കുന്നു എന്ന ഗുർപന്ത് സിംഗ് പന്നുവിൻ്റെ അവകാശവാദം. അത് വെറുതെയല്ല. നിങ്ങൾ ഇലക്ട്രൽ ബോണ്ടിൻ്റെ കാര്യമൊക്കെ പറയുന്നത് പോലെ പ്രത്യുപകാരമായി എന്തു വാഗ്ദാനം ചെയ്തു എന്നും പന്നു പറയുന്നുണ്ട്. അവിടെ ജയിലിൽ കഴിയുന്ന ദേവേന്ദ്ര പാൽ സിംഗ് ബുള്ളറിനെ മോചിപ്പിക്കാമെന്ന് ഉറപ്പ് നൽകി. കൂടാതെ ന്യൂയോർക്കിൽ വെച്ച് 2014-ൽ ഖലിസ്ഥാൻ അനുകൂല നേതാക്കളുമായി കെജ്രിവാൾ കൂടിക്കാഴ്ച നടത്തിയെന്നും പന്നു പറയുന്നു. അതിനുള്ള പ്രതികരണം അടക്കമുള്ള മറുപടി. യെസ്, നമ്മൾ ഒരു പുതിയ പൊളിറ്റിക്കൽ ഓർഗനൈസേഷൻ തുടങ്ങുമ്പോൾ പല ഇടത്തു നിന്നും നമ്മൾക്ക് സപ്പോർട്ടും സംഭാവനകളും ഒക്കെ വരുന്നുണ്ട്. പഞ്ചാബിൽ പ്രത്യേകിച്ച് പഞ്ചാബീസിൽ നിന്നും ഒത്തിരി ഏറെ പ്രതീക്ഷകളുണ്ടായിരുന്നു. പഞ്ചാബീസ് ആസ് എ സ്റ്റേറ്റ്, ആസ് എ കോൺഷ്യസ്നെസ്, ബിക്കോസ് BJPയും കോൺഗ്രസിൻ്റെയും രണ്ടിൻ്റെയും ഭരണം അവർ അനുഭവിച്ച് അതിൽ നിന്ന് വളരെയധികം ഡിസപ്പോയിൻറ്റഡ് ആയിട്ട് വിഷമിച്ച ഒരു ജനസമൂഹമായിരുന്നു പഞ്ചാബ്. സോ ആ സമയത്ത് നമ്മൾ എന്താ പറയുന്നത്, പലരുമായിട്ട് മീറ്റ് ചെയ്യും. മുഖ്യമന്ത്രി എന്ന നിലയ്ക്ക് അല്ലെങ്കിൽ നേതാവെന്ന നിലയ്ക്ക് നമ്മൾ പല ആൾക്കാരുമായിട്ട് സംഭാഷണം നടത്തുകയും ഉണ്ടായി. പക്ഷേ അതിന് ക്വിഡ് പ്രോ ക്വോ ആണെന്ന് പറയുന്നത് ഇതൊക്കെ ഒരു വാക്കുകളുടെ അഗൈൻ മായാജാലമാണ്. യു ഹാവ് ടു എസ്റ്റാബ്ലിഷ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്, ഇന്നലെ തന്നെ ബഹുമാനപ്പെട്ട കോടതിയുടെ ഒരു ഉത്തരവ് വന്നു. ദാറ്റ് ഈസ് ED നടപടികൾ എടുക്കുമ്പം അക്യൂസ്ഡിന് അവരുടെ എന്താ പറയുന്നത് ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഉള്ള ഇൻഫർമേഷൻ കൊടുത്തെങ്കിലേ പറ്റൂ. അവർ അക്യൂസ് ചെയ്യുന്ന അല്ലെ സസ്പെക്റ്റ് ആണെന്ന് പറയുന്ന വ്യക്തിക്ക് വ്യക്തമായ നിലപാട് ED അവരുടേത് ഇൻ റൈറ്റിംഗ് കൊടുക്കണമെന്ന്. ഇപ്പം തന്നെ പറയുകയുണ്ടായല്ലോ, പുല്ല് വില പോലും കൊടുക്കാതെ EDയുടെ സമ്മൺസിനെ നിരസിച്ചു എന്നുള്ളത്. പുല്ലുവില കൊടുക്കാതല്ല, ഓരോ സമ്മൺസിൻ്റെയും നമ്മൾ റിപ്ലൈ കൊടുത്തിരുന്നു, മറുപടി കൊടുത്തിരുന്നു. ഇറ്റ് ഈസ് അവർ റൈറ്റ് ടു ചാലഞ്ച് ദ സമ്മൺസ്. അരവിന്ദ് കെജ്രിവാൾ ഏതോ ഒരു നേതാവല്ല, വലിയ ഒരു ജനസമൂഹം വലിയൊരു ബഹുമതി കൊടുത്ത് ഇലക്ട് ചെയ്ത, 3ാമത്തെ പ്രാവശ്യം ഇലക്ട് ചെയ്ത ഒരു മുഖ്യമന്ത്രിയാണ്. അദ്ദേഹത്തിനെ ചോദ്യം ചെയ്യാൻ വേണ്ടി ED പുറപ്പെടുമ്പോൾ വ്യക്തമായിട്ടുള്ള കാരണങ്ങളും അവരുടെ മനസ്സിലുള്ള ചോദ്യങ്ങളും നിലപാടും എല്ലാം തന്നെ വ്യക്തമാക്കേണ്ട ചുമതലയുണ്ട് അവർക്ക്. അതൊന്നും ഇല്ലാതെ തന്നെ എന്തോ ഒരു അവരുടെ ഇഷ്ടമനുസരിച്ച് ED ഞൊടിക്കുമ്പം ഒരു എന്താ പറയുന്നത് വ്യക്തതയും ഇല്ലാതെ, ക്ലാരിറ്റി ഇല്ലാതെ അവരുടെ മുന്നിൽ എത്തേണ്ട ഒരു ആവശ്യമില്ല ഒരു മുഖ്യമന്ത്രിക്ക്. കോടതി പറഞ്ഞാൽ ഞാൻ ഹാജരാകുമെന്ന് പറഞ്ഞു, കോടതി പറഞ്ഞപ്പോൾ ഹാജരാകുകയും ചെയ്തു. അപ്പം അവരുടെ സമ്മൺസിനെ ലീഗലി ചാലഞ്ച് ചെയ്യാനുള്ള അധികാരമുണ്ട്, ഏതൊരു പൗരനുമുണ്ട്, മുഖ്യമന്ത്രിക്കുമുണ്ട്. സോ അത് നമ്മൾ ചെയ്തു. ആൻഡ് ദ മാറ്റർ വാസ് സബ് ജൂഡിസ്. അപ്പിയർ ചെയ്യുന്നതിൻ്റെ കാര്യത്തിൽ നമ്മളുടെ പെറ്റീഷനെ കോടതി ആക്സെപ്റ്റ് ചെയ്തു, ഡിസ്മിസ് ചെയ്തില്ല. ആ മാറ്റർ സബ് ജൂഡിസ് ആയിരിക്കുമ്പം തന്നെയാണ് ഇവർ ചെന്ന്
നോട്ടീസ് ഇല്ലാതെ അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്തത്. അത് BJPക്കോ EDക്കോ അവരുടെ എമർജൻസി ഒരു സമയമായിരുന്നു. ബിക്കോസ് SBIയുടെ ഡേറ്റ എല്ലാം അപ്ലോഡ് ആകുകയായിരുന്നു. ജനങ്ങളുടെ അറ്റൻഷൻ ഡിഫ്ലക്റ്റ് ചെയ്യേണ്ടത് ഇവരുടെ ആവശ്യമായിരുന്നു. സോ അങ്ങനെ തന്നെ പറഞ്ഞപ്പോൾ ഓരോ ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോഴും അതിൻ്റെ അടിസ്ഥാനം എന്താണ്? ഓരോരുത്തരുടെ ഓരോ സ്റ്റേറ്റ്മെന്റ്. പക്ഷെ നിങ്ങൾ നേരിടുന്ന ഒരു രാഷ്ട്രീയ യാഥാർത്ഥ്യമുണ്ട്. ജനസമൂഹം നിങ്ങൾ നേരിടുന്ന ഒരു രാഷ്ട്രീയ യാഥാർത്ഥ്യമുണ്ട്. അത് ഇപ്പോ എന്തായാലും ഇതിന്റെ നിയമപരമായിട്ടുള്ള നൂലാമാലകൾ ഇങ്ങനെ നീളുമെന്നത് തന്നെയാണ്. കേജ്രിവാൾ അടുത്തെങ്ങും പുറത്തു വരാനുള്ള സാധ്യത കാണുന്നില്ല എന്ന് നിയമ വിദഗ്ധർ പറയുന്നുണ്ട്. ഇനി അഥവാ പുറത്തു വന്നാൽ CBI പിടികൂടും. ഇനി അഥവാ അതും പൊട്ടിച്ച് പുറത്തു കടന്നാൽ അപ്പോൾ ജൽ ബോർഡ് അഴിമതിയുമായി ബന്ധപ്പെട്ട പുതിയ നടപടികളിലേക്ക് പോകേണ്ടി വരും. അപ്പോൾ ഇതൊരു ഊരാക്കുരുക്കായി മാറാൻ പോവുകയാണ്. ഇതൊരു രാഷ്ട്രീയ പ്രതിസന്ധിയാണ്. അതിനെ എങ്ങനെ അഭിമുഖീകരിക്കും? വേണു, ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ. ഇന്നലെ തന്നെ BJPയുടെ വളരെയധികം സപ്പോർട്ട് ചെയ്യുന്ന ഒരാൾ ശ്രീ മോഹൻദാസ് പൈ ഒരു പ്രോഗ്രാമിൽ പറയുകയുണ്ടായി, ഈ ഒരു EDയുടെ നടപടിക്രിയ, അതിൻ്റെ ഒരു സ്റ്റൈൽ, ദാറ്റ് ഈസ് 1.5 കൊല്ലം 2 കൊല്ലം നീണ്ട കാലം ഓരോരുത്തരെ ജയിലിൽ അടച്ചു പൂട്ടിയിടുക, ചാർജ് ഷീറ്റ് ഫയൽ ചെയ്യുന്നില്ല, ട്രയലിലേക്ക് എത്തിക്കുന്നില്ല കേസുകൾ. ഇത് കാരണം സമൂഹത്തിലുള്ള ഉന്നത വ്യക്തികൾ മാത്രമല്ല, സാധാരണക്കാരൻ്റെ മനസ്സിലും സസ്പിഷൻ, ചോദ്യങ്ങൾ ഉണ്ടാവുന്നുണ്ട്. ഇതിലെന്തോ ഒരു ദുരൂഹതയില്ലേ എന്ന്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗുരുതരമായ ആരോപണങ്ങളാണെങ്കിൽ, വളരെ ശക്തമായ തെളിവുകളുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് 6 മാസത്തിനുള്ളിൽ ഇൻവെസ്റ്റിഗേഷൻ പൂർത്തിയാക്കിയിട്ട് കേസിനെ ട്രയലിലേക്ക് കൊണ്ടുപോകാത്തത്? എന്തുകൊണ്ടാണ് ഇത്രയും സമയമെടുക്കുന്നത്? സോ ചേക്കുട്ടി സാറ് പറഞ്ഞത് മാതിരി നമ്മളുടെ ഇന്ത്യ ഒരു ജനാധിപത്യമാണ്. വി ആർ ദ വേൾഡ്സ് ലാർജസ്റ്റ് മോസ്റ്റ് വൈബ്രന്റ് ഡെമോക്രസി. ഇതിനു മുമ്പും നമ്മൾ തെളിയിച്ചിട്ടുണ്ട്, നേതാക്കന്മാരകത്ത് കിടന്നാലും പൗരന്മാർ ഒന്ന് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ തന്നെ വോട്ട് വീഴും. ശരി രാധിക, എനിക്ക് ശിവശങ്കറിലേക്ക് കൂടെ പോകേണ്ടത്. ശിവശങ്കർ, ഇവിടെ ഇപ്പോ വന്ന അങ്ങയുടെ ചോദ്യങ്ങൾക്കുള്ള മറുപടിക്ക് അങ്ങയുടെ പ്രതികരണമാകാം. കൂടാതെ നമ്മൾ ഈ ചർച്ച തുടങ്ങിയത് ഈ കോൺഗ്രസുമായി ബന്ധപ്പെട്ടൊരു കാര്യത്തിൽ കൂടിയായിരുന്നു. അതിനെപ്പറ്റി അങ്ങയുടെ പ്രതികരണം വന്നിട്ടില്ല. ഈ ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിച്ചതുമായി ബന്ധപ്പെട്ട് അതിനോട് അനുബന്ധമായുള്ളൊരു ചെറിയ ചോദ്യം, പല കേന്ദ്രങ്ങളിൽ നിന്നും ഉയരുന്നതും BJPയുടെ ആരും ഇതുവരെ പറഞ്ഞതായി ശ്രദ്ധയിൽപ്പെടാത്തതുമായൊരു ചോദ്യം, പാർട്ടി എന്ന നിലയിൽ നിങ്ങൾ എത്ര ആദായ നികുതി അടച്ചിട്ടുണ്ട്? ശിവശങ്കറിന് പറയാം. രാഷ്ട്രീയ പാർട്ടികൾക്ക് ആദായ നികുതി അടയ്ക്കേണ്ടെന്ന് ഉള്ള അറിവും വേണുവിന് ഇല്ല എന്നുള്ളത് എന്നെ അത്ഭുതപ്പെടുത്തുന്നു. അല്ല, അങ്ങനെയെങ്കിൽ പിന്നെ കോൺഗ്രസിന് വിധേയമാകേണ്ടി വന്നത് എന്തുകൊണ്ട്? കണക്കുകൾ കൊടുക്കാത്തതുകൊണ്ട്, കണക്കിൽപ്പെടാത്ത പണം വന്നുകൊണ്ട്. അത് നിങ്ങൾ കൃത്യമായി കൊടുത്തിട്ടുണ്ടോ? എന്റെ ചോദ്യമായിട്ടല്ല ഞാൻ ആദ്യമേ പറഞ്ഞത്. കണക്കിൽപ്പെടാ അല്ല, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നിഷ്കളങ്കമായി ഇത്തരം ചോദ്യങ്ങൾ ഉന്നയിക്കാൻ പറ്റുക എന്നുള്ളത് അവതാരകരുടെ ഒരു ഗുണമായിട്ട് ഞാൻ കാണുന്നു. ഇത് കാര്യങ്ങൾ പഠിക്കാഞ്ഞിട്ടല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഇതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് എല്ലാ ഇംഗ്ലീഷ് മാധ്യമങ്ങളിലും വന്നിട്ടുണ്ട്. എന്നെ പോലെ താങ്കളും ഇതൊക്കെ വായിച്ചു കാണും. ഇത്തരത്തിൽ മധ്യപ്രദേശിലായാലും 2018 മുതൽ. ഇനി അങ്ങനെയാണെങ്കിൽ തന്നെ ഇത് കോടതിയിൽ വരുമ്പോൾ ഇത് പറയേണ്ടതല്ലേ അവരവിടെ? ഞാനോ നിങ്ങളോ ഈ കേരളത്തിലെ ചർച്ചയിലിരുന്ന് ഉന്നയിക്കേണ്ടതല്ലല്ലോ. ഹൈക്കോടതിയിൽ ഇത്തരം വാദങ്ങൾ ഉന്നയിക്കാൻ കഴിവില്ലാത്ത അഡ്വക്കേറ്റുമാരെയാണോ ഇവർ കോൺഗ്രസിന് വേണ്ടിയിട്ട് ഹാജരാക്കുന്നത്? ഇതൊന്നും മനസ്സിലാകാത്ത ജഡ്ജിമാരാണോ അവിടെ ഇരിക്കുന്നത്? അങ്ങനെയൊന്നും വിശ്വസിക്കാൻ എനിക്ക് സാധിക്കുന്നില്ല. അങ്ങനെ വിശ്വസിക്കാൻ എങ്ങനെയാണ് BJP ടിക്കറ്റ് കിട്ടിയത്? അദ്ദേഹത്തിന്റെ വിധികൾ ആർക്കെതിരെയുള്ളതായിരുന്നു? പിന്നെ അത് ഉന്നത നീതിപീഠത്തിന് ഏത് രൂപത്തിൽ പിന്നെ ഇടപെടേണ്ടി വന്നു? ഇതുമൊക്കെ ഉണ്ടല്ലോ ഇതിന്റെ ഭാഗമായി. ഇതിനു മുൻപും ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസുമാരെല്ലാം റിട്ടയർ ആയതിനു ശേഷം പല പോസ്റ്റിലും വന്നിട്ടുണ്ടല്ലോ. കേരളത്തിലെ പല ചീഫ് ജസ്റ്റിസുമാരടക്കം ഹ്യൂമൻ റിസോഴ്സ് കമ്മിറ്റിയിൽ അടക്കം വന്നിട്ടുണ്ടെന്ന് നമുക്കറിയാം. ഞാൻ ആ പേരൊന്നും പറയുന്നില്ല. അപ്പോൾ ഇത് BJP അധികാരത്തിൽ വന്നതിന് ശേഷം മാത്രമുള്ള ഒരു പ്രതിഭാസമാണെന്നുള്ള മറ്റുള്ളവരുടെ വാദമുഖങ്ങൾ ജനങ്ങൾ ചെക്ക് ചെയ്യട്ടെ, ഏതൊക്കെ കാലഘട്ടത്തിൽ ആർക്കൊക്കെ കിട്ടിയിട്ടുണ്ടെന്നുള്ളത്. ഞാൻ അവിടെ നിർത്തുന്നു. പിന്നെ ഇവിടെ എല്ലാവരും പറയുന്നത് BJPക്ക് ഭയമാണ്, ജനാധിപത്യത്തിൽ BJP ഭയക്കുന്നു. ഞങ്ങൾ ഭയക്കുന്നു എന്നുള്ളത് നമുക്ക് തിരഞ്ഞെടുപ്പിൽ കഴിഞ്ഞാൽ കാണാമല്ലോ.
BJP പല നേതാക്കളെയും നിങ്ങൾ ചോദ്യം ചെയ്തിട്ടുണ്ട്. നരേന്ദ്രമോദിയെ ചോദ്യം ചെയ്തിട്ടില്ലേ? 10 മണിക്കൂർ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ ഇരുത്തി നിങ്ങൾ ചോദ്യം ചെയ്തപ്പോൾ ജനാധിപത്യം മരിക്കുന്നുവെന്നോ ഞങ്ങൾ EDയുടെ ഓഫീസിലേക്കോ SITയുടെ ഓഫീസിലേക്കോ കോടതിയിലേക്കോ ഞങ്ങൾ പ്രകടനം നടത്തിയിട്ടുണ്ടോ? കോടതി 10 മണിക്കൂർ ഇരുന്നു കൊണ്ട് കുടിവെള്ളം പോലും ഇല്ലാതെ ചോദ്യങ്ങളെ നേരിട്ടുകൊണ്ട് അദ്ദേഹം പുറത്തു വന്ന് പത്രസമ്മേളനം നടത്തി. അമിത്ഷാ പിടിച്ചകത്തിട്ടുണ്ടല്ലോ, എത്ര നാളിട്ടു? എന്നിട്ട് കോടതി വെറുതെ വിട്ടില്ലേ? ഇതെല്ലാം ചൂടിപ്പിക്കുന്നത് കാലാകാലങ്ങളിൽ കോൺഗ്രസ് ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നൊക്കെ പറയുമ്പോൾ ദീർഘമായ കാര്യങ്ങളുണ്ട്. അതൊന്നും ഞാൻ അതൊന്നും ഞാൻ പറഞ്ഞ് സമയം കളയാൻ ആഗ്രഹിക്കുന്നില്ല. പിന്നെ 77 ജനാധിപത്യത്തെക്കുറിച്ച് ഇപ്പോൾ വാദോരാതെ പറയുന്നവർ ആ കാലഘട്ടത്തിൽ എന്ത് സമരമാണ് നടന്നത്? അന്ന് കേരളം എന്ത് നടപടിയെടുത്തത്? നമ്മൾ ഈ ചർച്ച ചെയ്യുന്ന കേരളം അന്ന് ജനാധിപത്യത്തെ ധ്വംസിച്ച പാർട്ടിക്ക് മുഴുവൻ സീറ്റും നൽകിക്കൊണ്ടുള്ള ജനാധിപത്യ ബോധം പ്രകടിപ്പിച്ച സംസ്ഥാനമാണ്. അന്ന് UPയിലെയും മറ്റുള്ള ആ സംസ്ഥാനങ്ങളിലെയും പാവപ്പെട്ട വിദ്യാസമ്പന്നരല്ലാത്ത ജനങ്ങളാണ് കൃത്യമായി മറുപടി കൊടുത്തത്. ആ നാട്ടിലെ ജനങ്ങൾക്ക് ഇന്നും കൃത്യമായ ധാരണയുണ്ട് എന്നുകൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. മൂന്നാമത്തെ കാര്യം, ഈ കുടിവെള്ളക്ഷാമം എന്നുള്ളത് കേജ്രിവാളിനെ അറസ്റ്റ് ചെയ്തപ്പോൾ വന്ന ഒരു പ്രത്യേക പ്രതിഭാസമാണോ? അപ്പോൾ ഇദ്ദേഹം തന്നെ പറയുന്നു 3 തവണ അടുപ്പിച്ച് ഭരിച്ചുവെന്ന്. അപ്പോൾ അദ്ദേഹത്തിന് ഇത്രയും നാൾ ഭരിച്ചിട്ട് കുടിവെള്ളക്ഷാമം പരിഹരിക്കാൻ പറ്റാത്തത് ED അറസ്റ്റ് ചെയ്തപ്പോൾ വന്ന BJPയുടെ കുഴപ്പമാണോ? അപ്പോൾ ഇതുവരെ അറസ്റ്റ് ചെയ്യുന്ന കുടിവെള്ളക്ഷാമം പരിഹരിച്ചില്ലെങ്കിലും വെള്ളക്ഷാമം പരിഹരിക്കാൻ അദ്ദേഹം പ്രത്യേക നടപടിയെടുത്തല്ലോ, കോടിക്കണക്കിന് നഷ്ടമുണ്ടാക്കിയല്ലോ. എന്നിട്ട് കുടിവെള്ളക്ഷാമം പരിഹരിക്കാൻ അദ്ദേഹത്തിന് തോന്നിയത് ജയിലിൽ പോയി കിടന്നപ്പോഴാണ്. ഇതെല്ലാം ആരോടാണ് പറയുന്നത്? ഇത്തരത്തിലുള്ള തൊടുനായകൾ പറഞ്ഞ് രക്ഷപ്പെടുന്നതെന്നാണ്. പിന്നെ ഒരു മിനിറ്റ് അങ്ങനെ അങ്ങ് പോലെ, അങ്ങനെയാണെങ്കിൽ ഞാൻ നിർത്തിക്കോളാം. ഒരു PFIയുടെ മുൻ ആൾ വന്നിട്ടാണ് എന്നെ ജനാധിപത്യം പഠിപ്പിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ജനാധിപത്യത്തോട് ഇവിടെ രാധിക നായർ പറയണ്ടായിരുന്നു വി ആർ വൺ, ഇന്ത്യ ഒന്നാണ് എന്നൊക്കെ പറയുമ്പോൾ കട്ടിംഗ് സൗത്ത് എന്നുള്ള സമ്പ്രദായത്തെ പൂർണ്ണമായി അംഗീകരിക്കുകയും ഇന്ത്യ വിഭജിക്കാൻ നടക്കുകയാണ്. എന്നിട്ട് അവർ പറയുകയാണ് സക്സേന ഒപ്പിട്ടു എന്നുള്ളത്. സക്സേന ഒപ്പിട്ടില്ലായിരുന്നെങ്കിൽ അത് പറഞ്ഞേനെ. കേരളത്തിലെ ഗവർണർ ഒപ്പിടുന്നില്ല, രാഷ്ട്രപതി ഒപ്പിടുന്നില്ല എന്ന് അത് പറയും. ഒപ്പിട്ടാൽ പറയും ദേ അഴിമതി കാണിക്കുന്നു എന്ന് പറയും. നിങ്ങൾ ഏത് രീതിയിലുള്ള ജനാധിപത്യം നടത്താനാണ് ആഗ്രഹിക്കുന്നത്? അപ്പോൾ ഇങ്ങനത്തെ പിന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞു, പൊന്മുടിയുടെ കേസ് ജനങ്ങളുടെ മുമ്പിൽ നിങ്ങൾക്ക് തുറന്നിരുന്ന് പറയാൻ പറ്റും പൊന്മുടിയെ ഞങ്ങൾ അംഗീകരിക്കുന്നു എന്ന്? വിചാരണ കോടതിയിൽ അഴിമതിയുണ്ടെന്ന് തെളിയിക്കപ്പെട്ടിട്ട് വീണ്ടും ഹൈക്കോടതി അതിനെ അംഗീകരിച്ച് അദ്ദേഹത്തെ പുറത്താക്കണമെന്ന് പറഞ്ഞതാ. അപ്പോൾ ഇത്തരത്തിലുള്ള അഴിമതി വീരന്മാരെ തിരിച്ചു കൊണ്ടുവന്ന് ഭരണത്തിൽ എത്തിക്കുക എന്നുള്ളതാണ് ജനാധിപത്യത്തിൻ്റെ മുഖ്യ ലക്ഷ്യമെന്ന് വിശ്വസിക്കുന്ന ആം ആദ്മി പാർട്ടിയും ലല്ലു പ്രസാദിനെ പോലെ സ്വന്തം ഭാര്യയെ തൻ്റെ മുഖ്യമന്ത്രിയാക്കി ഇരുത്താമെന്ന് വിശ്വസിക്കുന്ന ആധുനിക ജനാധിപത്യത്തിൻ്റെ ചാമ്പ്യന്മാരെയും എല്ലാം ജനങ്ങൾക്ക് പുച്ഛമാണ്. എന്നിട്ട് BJPക്ക് ഭയമാണെന്ന് നിങ്ങൾക്ക് പറയാം. ഭയമാണെങ്കിൽ ജനങ്ങൾ വോട്ട് ചെയ്യാതിരിക്കട്ടെ, ഞങ്ങൾക്ക് ഭയമില്ല. പക്ഷേ ഭയക്കുന്നത് നിങ്ങളാണ്. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള സ്വന്തം ഭാര്യമാരെ അദ്ദേഹത്തിന്റെ കൂടെ ആം ആദ്മി പാർട്ടിയിൽ വന്ന ഒരു നേതാവും ഇല്ലല്ലോ. ഇപ്പോ ഒരു നേതാവും ഇന്ന് കൂടെ ഇല്ലല്ലോ. എൻകൗണ്ടർ അവസാന ഘട്ടത്തിലേക്ക് ചെക്കുട്ടി സാർ, ഇവിടെ ഇപ്പോ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ കാര്യത്തിൽ ഇടപെടുമെന്നൊക്കെ അങ്ങ് കരുതുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ പോലും ഇനി അതുകൊണ്ട് എന്ത് കാര്യം? കേജ്രിവാളില്ല, കോൺഗ്രസിന്റെ കയ്യിൽ കാശില്ല. എന്താകും ഇന്ത്യ സഖ്യത്തിന്റെ ഈ ഇത്രയും ദീർഘമായ തെരഞ്ഞെടുപ്പ് പ്രക്രിയയെ അഭിമുഖീകരിക്കുമ്പോൾ നേരിടേണ്ടി വരുന്ന വെല്ലുവിളികൾ? അല്ല, ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. ഇന്ത്യയിൽ ഇന്ന് ജനാധിപത്യം വളരെ ഗൗരവമുള്ളൊരു പ്രതിസന്ധി നേരിടുന്നുണ്ട്. അതിന് 2 കാരണങ്ങളുണ്ട്. ഒന്ന്, ഇന്ത്യയിലെ റൂളിംഗ് ക്ലാസ്സസ്, പ്രത്യേകിച്ച് റൂളിംഗ് എസ്റ്റാബ്ലിഷ്മെന്റ് ഭരണകക്ഷി, അവരുടെ ഒരു ജനാധിപത്യത്തോടുള്ള കമ്മിറ്റ്മെൻറ്റ് തന്നെ കുറഞ്ഞു വരികയാണ്. അത് യഥാർത്ഥത്തിൽ BJPയെ പോലുള്ള ഒരു പാർട്ടി, നമ്മളതിൻ്റെ ഹിസ്റ്ററി നോക്കിയാൽ 77 അടിയന്തരാവസ്ഥ കാലത്ത് ഞങ്ങളൊക്കെ അവരുടെ കൂടെ സമരം ചെയ്തിട്ടുള്ള ആളുകളാണ്. അദ്ദേഹം ഇപ്പോൾ എന്നെപ്പറ്റി PFI എന്നൊക്കെ പറഞ്ഞു. എനിക്കത് വളരെ സങ്കടം തോന്നുന്നുണ്ട്. കാരണം വെച്ചാൽ അദ്ദേഹത്തിന് ഇതൊന്നും അറിയില്ല, ചരിത്രമൊന്നും അറിയില്ല. നമ്മുടെ നാടിൻ്റെ ചരിത്രവും അറിയില്ല, നമ്മുടെ നാട്ടിലെ ഇൻഡിവിജ്വൽസിൻ്റെ ചരിത്രമൊന്നും അറിയില്ല. അതുകൊണ്ട് അദ്ദേഹം മണ്ടത്തരം പറയുന്നതാണ്. പക്ഷേ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, BJPയെ പോലെ ആ കാലത്ത് അതിശക്തമായിട്ട് ഇത്തരം കാര്യങ്ങളിൽ പ്രവർത്തിച്ചിരുന്ന ഒരു പാർട്ടി ഈ നിലയിൽ അധപ്പതിക്കുന്നത് കാണുമ്പോൾ സങ്കടമുണ്ട്. അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ജനാധിപത്യത്തിൻ്റെ ഭാഗം ഒരു ഫെയർ ട്രീറ്റ്മെന്റ് എല്ലാവർക്കും കിട്ടണം. അത് ഇലക്ഷൻ കമ്മീഷൻ, സുപ്രീം കോടതി ഉറപ്പുവരുത്താൻ ബാധ്യതമാണ്. ജനാധിപത്യത്തിൽ എല്ലാ പാർട്ടികൾക്കും ജനങ്ങളോട് സംസാരിക്കാനുള്ള അവകാശം വേണം. അവർക്ക് എല്ലാവർക്കും തുല്യമായിട്ടുള്ള പണം ലഭ്യമാക്കാനുള്ള അവകാശം. ഇതെല്ലാം തടയപ്പെടുകയാണ്. ഇതെല്ലാം തടയപ്പെടുന്ന വളരെ കൃത്രിമമായ മാർഗങ്ങൾ ഉപയോഗിച്ചാണ്. എന്താണ്? ഏജൻസികൾ ഉപയോഗിക്കുന്നു, സർക്കാരിന് പിന്നിലുള്ള ഏജൻസികൾ ഉപയോഗിക്കുന്നു. അതെല്ലാം ചെയ്തുകൊണ്ട് ജനാധിപത്യത്തെ അട്ടിമറിക്കാൻ ഒരു പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ഇത് വളരെ ആപൽക്കലമായ ഒരു പ്രവണത. ഇത് പാകിസ്ഥാനിൽ സംഭവിച്ചു. പാകിസ്ഥാനിൽ അവസാനം കഴിഞ്ഞ
തെരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ കക്ഷി, അവിടുത്തെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ കക്ഷി ഇമ്രാൻഖാന്റെ പാർട്ടി, അവർക്ക് തെരഞ്ഞെടുപ്പിൽ നിന്ന് മാറി നിൽക്കേണ്ട അവസ്ഥ വന്നു. അപ്പം ആ തരത്തിൽ രാജ്യത്തെ ജനാധിപത്യത്തെ ആപൽക്കരമായ ഒരു അവസ്ഥയിലേക്ക് ഇന്നത്തെ ഭരണകക്ഷി കൊണ്ടുപോവാണ്. ഇത് രാജ്യത്തിന് ഗുണമല്ല എന്നവർ മനസ്സിലാക്കണം. ഇത് മാത്രമാണ് എനിക്കിപ്പോൾ പറയാനുള്ളത്. ശരി, രാധിക പലവട്ടം രാധിക കൈയുയർത്തുന്നത് കണ്ടു. പക്ഷെ സമയം പൂർണ്ണമായും കഴിഞ്ഞു എന്നത് മനസ്സിലാക്കുക, ശിവശങ്കറും അത് മനസ്സിലാക്കുക. എന്തായാലും കേജ്രിവാൾ ഇല്ല, കോൺഗ്രസിന്റെ കയ്യിൽ കാശുമില്ല, എന്നാൽ മോദി മാത്രം മതിയോ എന്നത് വോട്ടർമാർ തീരുമാനിക്കും. വളരെയധികം നന്ദി. ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും. എൻകൗണ്ടർ അവസാനിക്കുന്നു. ഇനി കൂരായ